ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ജനുവരി 25 മുതൽ +1 +2 ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വഴി +1 +2 എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ +1 +2 പരീക്ഷ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫ്രീ ആയി ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ +1 +2 ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് അല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ ക്ലാസുകൾ ജോയിൻ ചെയ്യുക. ഗുഡ് ഈവനിങ് ടു ഓൾ. സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേഷൻ ചാപ്റ്ററാണ്. ഈ വർഷത്തെ ബോർഡ് എക്സാമിന് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിന് തന്നിരിക്കുന്നത്. ഈ ചാപ്റ്റർ നോക്കുമ്പോൾ അത്യാവശ്യം ഡെറിവേഷനുള്ള ഒരു ചാപ്റ്ററാണ്. ഒരു 1 മാർക്കും ഒരു ഡെറിവേഷനൊക്കെ ചേർന്നിട്ടായിരിക്കും ഒരു 4 മാർക്ക് വരുന്നത്. അപ്പം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വളരെ താമസിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഓസിലേഷനിലെ ആദ്യത്തെ ടോപ്പിലേക്ക് നമുക്ക് പോവാം. പീരിയോഡിക് മോഷൻ ആൻഡ് ഓസിലേറ്ററി മോഷൻ. പീരിയോഡിക് മോഷൻ എന്താണ്, ഓസിലേറ്ററി മോഷൻ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് പീരിയോഡിക് മോഷൻ. എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. ഇപ്പൊ റെഗുലർ ടൈം ഇന്റർവെലിന് റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ വിളിക്കുന്നവരാണ് എന്തുവാ, പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പീരിയോഡിക് മോഷൻ? റെഗുലർ ടൈം ഇന്റർവെലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് എന്ത് പറയുന്നത്, പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ദ മോഷൻസ് ഓഫ് എനി പ്ലാനറ്റ് അറൌണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ് എല്ലാം ഏതാണ്, പീരിയോഡിക് ആണ്, അല്ലെ പീരിയോഡിക് മോഷൻ ആണ്. റെഗുലർ ടൈം ഇന്റർവൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ നമുക്ക് എന്ത് വിളിക്കാം, പീരിയോഡിക് മോഷൻ എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്, ദ മോഷൻസ് ഓഫ് എനി പ്ലാനറ്റ് അറൌണ്ട് ദി സൺ. സെക്കൻഡ്, ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു മോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ, ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉള്ള മോഷൻ നമുക്ക് എന്ത് വിളിക്കാതെ, ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ടു ആൻഡ് ഫ്രോ മോഷൻസ് ഓഫ് ദി ബോഡി ഈസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ. എക്സാമ്പിൾ നോക്കിക്കേ, ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ ഏത് ടൈപ്പാണ്, ഓസിലേറ്ററി മോഷൻ ആണ്. അപ്പൊ റെഗുലർ ടൈം ഇന്റർവെൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ പീരിയോഡിക് എന്ന് വിളിക്കാം. ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന മോഷൻ നമുക്ക് എന്ത് പറയാം, ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഇനി എന്താണ് ഡിഫറൻസ്, ഈ പീരിയോഡിക് മോഷനും ഈ ഓസിലേറ്ററി മോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പൊ ഒന്നാമത്തെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ്, പീരിയോഡിക് ആണ്. എവറി ഓസിലേറ്ററി മോഷൻ ഈസ് പീരിയോഡിക്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല, ഓസിലേറ്ററി അല്ല. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ദ മോഷൻസ് ഓഫ് എനി പ്ലാനറ്റ് അറൌണ്ട് ദ സൺ. ഈ ഒരു കേസിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അതൊരു പീരിയോഡിക് ആണ്, പക്ഷെ എന്തല്ല, അത് ഓസിലേറ്ററി അല്ല. ഇപ്പൊ എന്ത് പറയാം, എവറി ഓസിലേറ്ററി മോഷൻ ഈസ് പീരിയോഡിക്. പക്ഷേ എല്ലാ ഓസിലേറ്ററി പീരിയോഡിക് മോഷൻ എന്താണെന്ന് നിർബന്ധമില്ല, ഓസിലേറ്ററി മോഷൻ ആവണം നിർബന്ധമില്ല. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു, എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേറ്ററി മോഷൻ. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ ഈസ് പീരിയോഡിക്. എന്താണ് ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഇന്റർവൽ ഓഫ് ടൈം അല്ലെങ്കിൽ വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു മിനിമം ടൈം ഇന്റർവെലിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഏറ്റവും മിനിമം ടൈം ഇന്റർവെലിനെ വിളിക്കുന്ന പേരെന്താണ്, ടൈം പീരീഡ്. ടൈം പീരീഡ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ ഈസ് ക്യാപിറ്റൽ ടി. ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? ദ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. വാട്ട് ഈസ് ഫ്രീക്വൻസി? ദ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറയാം. ദ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് ന്യൂ ഈക്വൽ ടു 1/n അല്ലെങ്കിൽ 1/t എന്ന് പറയാം, 1/t. What is SI unit of this frequency? That is hertz. SI unit of frequency is what? Hertz. ഇനി മറ്റൊരു ടേം ആണ്, എന്താണ്, ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? ആംഗുലാർ വെലോസിറ്റി, ദാറ്റ് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു ഫ്രീക്വൻസി ടേംസിലാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു 2πν എന്ന് എഴുതാം. ഒമേഗ എന്ത് വിളിക്കാം, നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയാം. ഒമേഗ ഈക്വൽ ടു 2πν. Then same equation in terms of time period ആണെങ്കിൽ or
or we can write omega equal to 2 pi by t. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോണം. എന്തൊക്കെയാണ് ആംഗുലർ ഫ്രീക്വൻസി? രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ അതാണ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 2 pi ന്യൂ, ഒമേഗ ഈക്വൽ ടു 2 pi ന്യൂ. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഒമേഗ ഈക്വൽ ടു 2 pi by t. ക്ലിയർ? Then next is simple harmonic motion. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്കിതൊരു 1 മാർക്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഒരു ഓസിലേറ്ററി മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകണമെങ്കിൽ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം അല്ലേ, സിമ്പിൾ പെൻഡുലം ഈ ഒരു പൊസിഷൻ നമുക്ക് എന്ത് വിളിക്കാം? നോർമൽ പൊസിഷൻ എന്ന് പറയാം അല്ലേ. ദിസ് ഈസ് കോൾഡ് നോർമൽ പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ. ദിസ് ഈസ് കോൾഡ് മീൻ പൊസിഷൻ. അപ്പോൾ ഈ ഒരു മീൻ പൊസിഷനിൽ നിന്ന് ഞാൻ ഈ സിമ്പിൾ പെൻഡുലത്തെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ് ഡിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു ബോബ് അതിന്റെ മീൻ പൊസിഷനിലോട്ട് വരാനുള്ള ടെൻഡൻസി കാണിക്കും. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് കാണിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദിസ് ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിമ്പിൾ പെൻഡിനകത്ത് ഒരു ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്താണ് അതിനെ? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാം. ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് നടന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ്, FR, റീസ്റ്റോറിംഗ് ഫോഴ്സ്. അങ്ങനെയാണ് നോക്കിക്കോ. ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എന്താണ് FR? FR is called restoring force and proportional to displacement. The restoring force acting on any particle at any instant of time is directly proportional to its displacement. അപ്പം റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ഓസിലേറ്ററി മോഷനും എന്ത് പറയാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. അപ്പോൾ എല്ലാ ഓസിലേറ്ററി മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? The restoring force acting on the particle is directly proportional to the displacement from the mean position. ഇവിടെ FR എന്ന് പറയുന്നത് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. X എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ FR is directly proportional to displacement. Clear? So removing this proportionality നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. That is FR is equal to K into X. FR equal to KX. ഇവിടെ K എന്നൊരു കോൺസ്റ്റന്റ് ആണ്. സോ ഒരു നെഗറ്റീവ് സൈൻ കൂടെ നമുക്ക് ഇടാം, -KX എന്ന്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരാൻ കാരണം? ഇവിടുത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ജസ്റ്റ് ഇങ്ങോട്ടാണ്, മീൻ പൊസിഷന്റെ ഡയറക്ഷൻ ആണ്. എക്സ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്തിടാം? ഒരു നെഗറ്റീവ് ഇടാം. ദാറ്റ് ഈസ് FR equal to -KX. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് FR equal to -KX. സോ ബൈ സെക്കൻഡ് ലോ അനുസരിച്ച് ഇങ്ങനെ എഴുതാം. ബൈ സെക്കൻഡ് ലോ അനുസരിച്ച് F equal to ma എന്നാണ് അല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടുത്തെ F എന്ത് കൊടുക്കാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ റീപ്ലേസ് ചെയ്യാം. FA ഈസ് റീപ്ലേസ്ഡ് ബൈ ma ഈക്വൽ ടു -KX. ദെൻ ഈ M റൈറ്റ് ഹാൻഡ് സൈഡ് പോകുമ്പോൾ ബൈ ആയിട്ട് മാറും അല്ലേ? സോ ദെർഫോർ A ഈസ് ഈക്വൽ ടു -K/M ഇൻറ്റു X. ഇവിടെ K ഒരു കോൺസ്റ്റന്റ് ആണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. M മാസ് ഓഫ് ദി ബോഡി, അതും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ബൈ കോൺസ്റ്റന്റ്, അതൊരു ടോട്ടലായിട്ട് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റന്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണെന്ന് പറയാം? ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഒരു ഓസിലേറ്ററി അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ നടക്കണമെങ്കിൽ, അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകണമെങ്കിൽ ഒന്നുകിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് പ്രപ്പോർഷണൽ ആയിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ആക്സിലറേഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾ, മൂവിംഗ് പാർട്ടിക്കിൾ, അതിന്റെ ആക്സിലറേഷൻ ഏത് പ്രപ്പോർഷണൽ ആയിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് പ്രപ്പോർഷണൽ ആയിരിക്കണം. അപ്പോൾ രണ്ട് കണ്ടീഷൻ, FR ഈസ് പ്രപ്പോർഷണൽ ടു എക്സ് ആൻഡ് ആക്സിലറേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു എക്സ്. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ എന്ത് വിളിക്കാം നമുക്ക്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ് ഡെഫിനിഷൻ? The restoring force on the particle at any instant of time is directly proportional to its displacement from the mean position. Restoring force displacement proportional ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ, അതിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ, ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ, ആ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ, ആ ഡിസ്പ്ലേസ്മെന്റ് എന്താവണം? പ്രപ്പോർഷണൽ ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ ആ ഒരു ഓസിലേറ്ററി മോഷൻ എന്ത് പറയാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM. എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to, നമ്മളിപ്പോൾ എഴുതിയതേ ഉള്ളൂ. F is equal to
മൈനസ് കെ എക്സ് അല്ലേ, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇനി സെക്കൻഡ് ലോ അനുസരിച്ച് എഫിന് എന്ത് കൊടുക്കാം, എം എന്ന് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് എം ഇൻറ്റു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ കെ ഇൻറ്റു എക്സ്. ക്ലിയർ? ഇനി എം എന്ന ടൈം ഈക്വലിന് അപ്പുറത്തോട് ചെല്ലുമ്പോൾ ബൈ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ്. ക്ലിയർ? ദിസ് ഈസ് ടേക്കൺ എസ് ഇക്വേഷൻ ഓ. നമുക്ക് അതിന് എന്താക്കി എടുക്കാം, ഇക്വേഷൻ ഒന്നാക്കി എടുക്കാം. അപ്പോൾ എന്താ എഴുതി, ആദ്യം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ദെൻ സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് ഈസ് റീപ്ലേസ് ബൈ വാട്ട്, എഫ് ഈസ് replaced by what, f is equal to minus kx. Then second law അനുസരിച്ച് then f equal to ma equal to minus kx. m എന്ത് ചെയ്യുക, ഈക്വൽ ടു അപ്പുറത്ത് എടുക്കുക. ദാറ്റ് ഈസ് a is equal to minus k by m into x. That is equation number 1. Then this acceleration, this is the instantaneous acceleration എന്ന് പറയും. എന്താണ് ഇക്വേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇക്വേഷൻ ആണ് a is equal to dv by dt അല്ലേ. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ a is equal to dv by dt. സോ ഇവിടെ വെലോസിറ്റിക്കും നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻ എഴുതാം, v is equal to dx by dt, v equal to dx by dt. This a is called instantaneous acceleration and this v is called instantaneous velocity. ഇവിടുത്തെ വേക്ക് വരാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ വേക്ക് വരാം നമുക്ക് instantaneous acceleration a equal to dv by dt and instantaneous velocity v equal to dx by dt. ഇനി ഇവിടുത്തെ വിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം, ഈ വിയുടെ സ്ഥാനത്ത് ഈ വാല്യൂ റീപ്ലേസ് ചെയ്യണം. സോ ദിസ് v is replaced by dx by dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore a is equal to d by dt of v. വിക്ക് ഒരു എന്ത് കൊടുക്കാം, v is replaced by dx by dt, dx by dt. So d by dt into dx by dt that's equal to second order differential equation ആണ് d square x by dt square. So acceleration in terms of displacement എന്താണ് ഇക്വേഷൻ, a equal to d square x by dt square. ഇനി ഇവിടുത്തെ a യുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം, ഇതൊന്ന് റീപ്ലേസ് ചെയ്യണം. therefore d square x by dt square is equal to minus k by m into x. ഇവിടെ k ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ, k is constant, m is also another constant. ഈ കോൺസ്റ്റന്റിനെ നമുക്ക് വേറൊരു ടേം ഡിനോട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ, വേർ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ബൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറും. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഇവിടുത്തെ ഈ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ടേം ഇപ്പത്തോട്ട് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും, മൈനസ് ടേം എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇതാണ് എന്ത് പറയുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വാട്ട്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ക്ലിയർ ആണോ? അപ്പോൾ ഒരിക്കലും പറയാം. ആദ്യം നമ്മൾ എന്ത് എഴുതി, ഫോഴ്സിന്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്.
ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എഫിന് എന്ത് വരെ റീപ്ലേസ് ചെയ്തു? എഫ് ഈസ് റീപ്ലേസ് ബൈ എം എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എം എ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ്. അഗൈൻ ദിസ് എം ഈസ് ടേക്കിംഗ് ഓൺ ദ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് വരുമ്പോൾ ബൈ ആയിട്ട് മാറും അല്ലേ? എ ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ്. അതെന്താക്കി എടുക്കുക? ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുക. ഇനി എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഇക്വേഷൻ ഇടുവാണ്. ഏത് ഇക്വേഷൻ? ഇൻസ്റ്റന്റീനിയസ് ആക്സിലറേഷൻ ഫോർമുല. ദാറ്റ് ഈസ് എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. വിക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഡി എക്സ് ബൈ ഡി ടി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ഈക്വൽ ടു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇനി ഈ എയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ റീപ്ലേസ് ചെയ്യണം. എ ഈസ് റീപ്ലേസ് ബൈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Therefore, d square x by dt square is equal to minus k by m into x. ഇവിടെ കെയും എമ്മും കോൺസ്റ്റന്റ് ആണ്. ഈ രണ്ട് കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്തു? വേറൊരു കോൺസ്റ്റന്റ് എം കൊടുത്തു. ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഈ നെഗറ്റീവ് ടേം ഈക്വൽ ടു ഇപ്പൊ കൊണ്ടുവരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. Therefore, d square x by dt square plus omega square x equal to 0. This is the differential form of simple harmonic motion. Clear ആണോ? Okay, displacement. Next is displacement in simple harmonic motion. Displacement in simple harmonic motion. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിക്കുമ്പോൾ അവിടെ ഇക്വേഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? പഠിക്കാനുള്ളൂ. ഒരു ഓസിലേറ്റർ മോഷൻ നടക്കുമ്പോൾ അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് എയും മിനിമം ഡിസ്പ്ലേസ്മെന്റ് മൈനസ് സിയും ആണെങ്കിൽ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ആണ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇതാണ് ഇക്വേഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ദിസ് എക്സ് ഓഫ് ടി ഇസ് കോൾഡ് ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റും? what is a is amplitude of the time period, amplitude of the wave. ആ വേവിന്റെ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. then phi is called initial phase അല്ലെങ്കിൽ phase constant എന്ന് പറയും. what is phi? phi is called initial phase അല്ലെങ്കിൽ phase constant. ഇനി ഇവിടെയുള്ള ഒമേഗ is called angular frequency അല്ലേ? എന്താണ് ഫോർമുല? angular frequency ഒമേഗ is equal to 2 pi nu അല്ലേ? 2 pi nu അല്ലെങ്കിൽ എന്ത് പറയാം? that is ഒമേഗ equal to 2 pi by t. ഇപ്പൊ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒമേഗ ഈക്വൽ ടു 2 pi nu എന്നും പറയാം. അതുപോലെ എന്താണ്? ഒമേഗ ഈക്വൽ ടു 2 pi by t എന്ന് പറയാം. സോ ദിസ് ഇസ് ഇക്വേഷൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണ് ഇക്വേഷൻ? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ക്ലിയർ? ഒറ്റ ഇക്വേഷനേ ഉള്ളൂ ഡിസ്പ്ലേസ്മെന്റിൽ. ക്ലിയർ ആണോ? The next is velocity in simple harmonic motion. നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഡെറിവേഷൻ ആണ് ഇവിടെ. ആദ്യമൊക്കെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇതാ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? എക്സ് ഓഫ് ടി. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? എ കോസ് ഓഫ് ഒമേഗ ടി, എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്താ വെലോസിറ്റി ഇക്വേഷൻ? വെലോസിറ്റി ഇൻ ഇൻസ്റ്റന്റീനിയസ് കേസ് ആണെങ്കിൽ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. ഡി എക്സ് ബൈ ഡി ടി അല്ലേ? ഇവിടെ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ എക്സിന് സ്ഥലത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എ കോസ് ഒമേഗ ടി എന്ന ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്ക് ബേസിക് ആയിട്ട് ഡിഫറൻസിയേഷൻ എന്താണ്? ഡിഫറൻസിയേഷൻ ഫോർമുല അറിയാം അല്ലേ? മാത്സ് പഠിക്കുന്നതാണ്. രണ്ട് മൂന്ന് ഇക്വേഷൻ ഒക്കെ നോക്കാം. ഡിഫറൻസിയേഷന്റെ ബേസിക് ഫോർമുലാസ് നോക്കുമ്പോൾ വാട്ട് ഇസ് ദി ഡിഫറൻഷ്യൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പവർ എൻ. എക്സ് പവർ എന്നിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് ഈസ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 അല്ലേ? ഇനി ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം വരികയാണല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റന്റ് സി എന്ന് വിളിക്കാം. സി ഇൻറ്റു ദെൻ ദാറ്റ് ഈസ് എക്സ്. എക്സ് എന്ന് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് ടേം പുറത്തെടുത്തിട്ട് ആ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ മാത്രം എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് എന്ന് കൊടുക്കുക. ഡിഫറൻഷ്യൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1 അല്ലേ? അപ്പോൾ സി ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പോൾ കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ഡിഫറൻഷ്യൽ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള ഫംഗ്ഷൻ മാത്രം എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇനി വേറെ ഇക്വേഷൻ ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്.
ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ അതിന്റെ ഉത്തരം എത്താ ദാറ്റ് ഈസ് കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x ആണെങ്കിൽ നോക്കിക്കേ ഇവിടെ സൈൻ എക്സ് വരികയാണെങ്കിൽ എന്ത് കൊടുത്തു, വെറും സൈൻ എക്സ് മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് കോസ് എക്സ് എഴുതി, വെറും സൈൻ എക്സ് മാത്രം കോസ് എക്സ് എഴുതി. ഇനി എക്സിന് സ്ഥാനത്ത് എന്തായിരിക്കുന്നത് 2x സൈൻ 2x ആണ്. അങ്ങനെ ഒരു ടേം വരികയാണെങ്കിൽ ആദ്യം സൈനിന് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ ഫംഗ്ഷൻ വന്നത് എഴുതും കോസ് എഴുതും അല്ലേ, കോസ് 2x ഇൻറ്റു ഇനി ഈ 2x മാത്രം എന്ത് ചെയ്യണം, തനിയെ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x അല്ലേ. ഡി ബൈ ഡി എക്സ് 2x ആണ്. ഇവിടെ 2 എന്ന ടേം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് വീണ്ടും എന്ത് ചെയ്യുക, പുറത്തെടുക്കുക. ദാറ്റ് ഈസ് കോസ് 2x ഇൻറ്റു 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് എക്സിന് വലിയ 1 ആണ്. സോ 2 ഇൻറ്റു 1 1 ആണ്. 2 കോസ് 2x എന്ന് എഴുതാൻ പറ്റും, 2 കോസ് 2x. അപ്പോൾ ഇതാണ് സൈൻ 2x വാല്യൂ. അപ്പോൾ ഇത്രയും ടൈം അറിയാമെങ്കിൽ, ഇത്രയും ഡിഫറൻസിയേഷൻ ഫോം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ എന്ത് എഴുതി, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതി, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതി. ഇനി ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്, വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. ഇവിടെ എക്സ് ഈസ് റീപ്ലേസ് ബൈ ദിസ് ടേം, എക്സിന് എന്ത് ചെയ്യണം, ആ ടേം എന്ന് റീപ്ലേസ് ചെയ്തോ. ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ബൈ ഡി ടി ഓഫ് എക്സ്. എക്സിന് എന്ത് കൊടുക്കാം, എ കോസ് ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5, എ കോസ് ഒമേഗ ടി പ്ലസ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇവിടെ എ എന്ന ടൈം എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ആണ് അല്ലെ, ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യാം, ഈ ഒരു കോൺസ്റ്റന്റ് ടൈം ആണ്, അതിന് ഈ ഒരു ഡിഫറൻസിയേഷൻ പുറത്തുനിന്ന് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഡിഫറൻഷ്യൽ ഓഫ് കോസ് എന്നാൽ എന്താണ് ഫോർമുല, കോസ് എക്സ് വരികയാണെങ്കിൽ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ആണ് ഫോർമുല. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് കോസ് വരികയാണെങ്കിൽ മൈനസ് സൈൻ എക്സ് എന്നാണ്, മൈനസ് സൈൻ ഇൻറ്റു ഒമേഗ ടി പ്ലസ് 5, മൈനസ് സൈൻ ഇൻറ്റു ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഇനി ഇത് 2x ഇട്ടാൽ വന്നില്ലേ, 2x വരികയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെ ഒമേഗ ടി പ്ലസ് 5 എന്ന ടേം വരുന്നുണ്ട്, അതിന് തന്നെ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി പ്ലസ് 5. വാട്ട്സ് ദ ഡിഫറൻഷ്യൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി പ്ലസ് 5, ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഇവിടെ ഒമേഗ എന്ന ടേം എന്താണ്, ഒമേഗ എന്ന ടേം ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുക്കാം. ഒമേഗ പുറത്തു കൊടുത്താൽ ബാക്കിയുള്ളത് എന്താണ്, ഡി ബൈ ഡി ടി ഇൻറ്റു ടി പ്ലസ് ഡി ബൈ ഡി ടി ഇൻറ്റു 5 ഒരു കോൺസ്റ്റന്റ് ആണ്. ഡിഫറൻഷ്യൽ ഓഫ് 5 അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് കോൺസ്റ്റന്റ് എപ്പോഴും എന്താണ്, 0 ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ടൈം എന്തായി പോകും, 0 ആയിട്ട് പോകും. ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി ടി ഇൻറ്റു ടി, ദാറ്റ്സ് ഈക്വൽ ടു 1. സോ ഒമേഗ ടി പ്ലസ് 5 ഈ ഒരു ടൈമിന്റെ വാല്യൂ എത്രയാണ്, ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ. സോ our equation becomes a ഇൻറ്റു നെഗറ്റീവ് ടൈം ഉണ്ട്, അത് ആദ്യം എടുക്കാം, മൈനസ് എ ഇൻറ്റു ലാസ്റ്റ് ഒമേഗ ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന ടേമിന്റെ ഡിഫറൻഷ്യൽ ടേം എന്താണ്, ഒമേഗ എന്നാണ് അല്ലെ. ഈ ഒമേഗ ആദ്യം എഴുതാം. സോ മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. സോ ദിസ് ഈസ് വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പം വെലോസിറ്റി ഇക്വേഷൻ എന്താണ്, വി ഓഫ് ടി ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. ക്ലിയർ ആണോ? ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്ക് കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ കോസ് ഫംഗ്ഷൻ നടക്കുന്നത്, കോസൈൻ ഫംഗ്ഷൻ. കിട്ടിയ വെലോസിറ്റി ആണെങ്കിലോ ദിസ് ഇസ് ഇൻ സൈൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ സൈൻ ഫംഗ്ഷനെ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കോസ് ഫംഗ്ഷനോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ സൈനിനെ കോസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഒരു സിമ്പിൾ ഐഡന്റിറ്റി ഫോർമുലയാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. കൺവേർട്ട് ചെയ്യേണ്ടത് സൈൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, കോസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതനുസരിച്ച് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ഈ കോസ് സ്ക്വയർ ടേം ഈക്വലിന് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ മൈനസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഇത് സൈൻ സ്ക്വയർ ടേം ആണ്.
ഈ സ്ക്വയർ ടേം അപ്പുറത്തും റൂട്ട് ആയിട്ട് മാറും. therefore sin x is equal to root of 1 minus cos square x. അപ്പൊ എന്ത് ചെയ്യാം, ഒരു സൈനിൽ കോസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ മാറ്റി എഴുതാം. therefore v of t is equal to minus a omega into സൈൻ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ സൈനിൽ എന്തോട്ട് കൺവേർട്ട് ചെയ്തു, നമ്മൾ കോസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, ഇവിടെ എക്സിന് സ്ഥലത്ത് എന്താ നടക്കുന്നത്, ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. അതനുസരിച്ച് മൈനസ് എ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, എക്സിന് വരും ഒമേഗ ടി പ്ലസ് 5. സോ നമുക്ക് എന്ത് ചെയ്തു, ഈ സൈൻ ഫംഗ്ഷൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു, കോസിലോട്ട് കൺവേർട്ട് ചെയ്തു. ക്ലിയർ. ഇനി പുറത്തുള്ള എ എന്ന ടേം ഈ റൂട്ടിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് ഒമേഗ ഇൻറ്റു പുറത്തുള്ള എ ടേം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ സ്ക്വയർ ആയിട്ട് മാറും. റൂട്ടിനകത്ത് കയറി എ സ്ക്വയർ ആയിട്ട് മാറും. എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ക്ലിയർ. ഇനി എ സ്ക്വയർ ഉണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ, മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ടേം ആകുമ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ക്ലിയർ. ഈ രണ്ടാമത്തെ ടേബിൾ രണ്ടും സ്ക്വയർ ആണ്, എ സ്ക്വയറും കോസ് സ്ക്വയർ ആണ്. സോ കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. ദാറ്റ് ഈസ് മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്കും കോസിന് സ്ക്വയർ ഉണ്ട്. ദാറ്റ് മീൻസ് എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. കോമൺ ആയിട്ട് സ്ക്വയർ രണ്ടും ചേർത്ത് എഴുതി. വാട്ട് ഈസ് എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5? നോക്കിക്കേ, ഏറ്റവും ടോപ്പിൽ നോക്കിക്കേ, എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 അത് ഏതാണ്, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് അല്ലേ. എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന ടേം ഏതാണ്, എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ടേം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം, എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, therefore last equation is v of t is equal to minus omega root of a square minus x square. This is another formula, velocity in simple harmonic motion. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, v of t is equal to minus a omega sin of omega t plus 5. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, ഇൻ ടേംസ് ഓഫ് എക്സ്, എക്സിൽ കിട്ടിയ ഇക്വേഷൻ എന്താണ്, v of t is equal to minus omega into root of a square minus x square. Okay, this is the derivation in simple velocity in simple harmonic motion. Clear ആണോ അത്? Velocity in simple harmonic motion. അതിലോട്ട് പോവാം. ക്ലിയർ ആണത്? ഓക്കെ, നെക്സ്റ്റ് വെലോസിറ്റിയുടെ ഗ്രാഫ് നോക്കിക്കേ. നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ആണ് വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് v of t is equal to a minus a omega sin of omega t plus 5 ആണ് അല്ലേ. ഇതാണ് കിട്ടിയ ഇക്വേഷൻ. ഇവിടെ ഒരു നെഗറ്റീവ് അടപ്പമുണ്ട്, കൂടാതെ സൈൻ ഫംഗ്ഷനുമാണ്. സൈൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത് sin 0 0, സൈൻ മാക്സിമം സൈൻ 90 ആണ് മാക്സിമം. സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത് അല്ലേ. പക്ഷെ നമുക്കിവിടെ കിട്ടിയ ഗ്രാഫ് ജസ്റ്റ് ഇതിൻ്റെ ഫ്ലിപ്പാണ്. ഇത് പോസിറ്റീവ് ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ കിട്ടിയ ഗ്രാഫ് എന്താണ്, നെഗറ്റീവ് ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, v of t equal to minus a omega എന്നാണ്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ എന്നാണ്. സോ ഇതിൽ നിന്ന് 0 നിന്ന് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്തു മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ സൈൻ 90 ആകുമ്പോൾ മാക്സിമം കിട്ടി, സൈൻ 180 ആയപ്പോൾ 0, ദെൻ 270 ആയപ്പോൾ വീണ്ടും മാക്സിമം വന്നു. സോ 360 ആയപ്പോൾ 0. അപ്പം ഈ ഒരു ഫ്ലിപ്പ് വരാൻ കാരണം എന്താണ്, നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ടാണ് ഫ്ലിപ്പ് വരാൻ കാരണം. അല്ലെങ്കിൽ സെയിം ആസ് ദാറ്റ് ഓഫ് സൈൻ ഫംഗ്ഷൻ, സൈൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇവിടെയും കിട്ടും. ക്ലിയർ. നെക്സ്റ്റ് ഈസ് ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ നമ്മളിവിടെ പഠിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ്, എന്നാണ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ. രണ്ടാമത് എന്ത് കണ്ടുപിടിച്ചു, വെലോസിറ്റി കണ്ടുപിടിച്ചു. വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ v of t ഈസ് ഈക്വൽ ടു എ മൈനസ് എ ഒമേഗ സൈൻ ഓഫ്
ഒമേഗ ടി പ്ലസ് 5. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഏതാണ്? ആക്സിലറേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഇൻസ്റ്റന്റനിയസ് ഫോർമുല എഴുതുക. ആക്സിലറേഷൻ ഇൻസ്റ്റന്റനിയസ് ഫോർമുല ദാറ്റ് ഈസ് A is equal to dv by dt. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ A equal to dv by dt. ക്ലിയർ? ഇവിടുത്തെ വിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. dv by dt വിയുടെ വെലോസിറ്റിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? മൈനസ് a ഒമേഗ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് d by dt of, so this v is replaced by minus a omega sine of omega t plus 5, sine of omega t plus 5. ഇവിടെ ഈ മൈനസ് എ ഒമേഗ, ഇവിടെ എയും ഒമേഗയും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ടൈം രണ്ടും എന്ത് ചെയ്യാം? ഈ ഒരു ഡിഫറൻസിയേഷൻ പുറത്തും എടുക്കാം. മൈനസ് എ ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഇപ്പൊ കോൺസ്റ്റന്റ് ടൈം എല്ലാം പുറത്തെടുത്തു, ബാക്കിയുള്ള സൈൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി സൈൻ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വാട്ട് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് സൈൻ? സൈൻ എക്സ് ഇക്വൽ ടു ദാറ്റ് ഈസ് d by dx of sin x. എന്താണ് ഫോർമുല? sin x is equal to cos x ആണല്ലേ. ഇപ്പോൾ സൈൻ വന്നാൽ കോസ് ആയിട്ട് മാറും, കോസ് വരികയാണെങ്കിൽ മൈനസ് സൈൻ എക്സ് ആയിട്ട് മാറും. അതനുസരിച്ച് ഇവിടുത്തെ സൈൻ ഫംഗ്ഷൻ എന്തിനായിട്ട് കൺവേർട്ട് ചെയ്യണം? കോസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ, സൈൻ ആണെങ്കിൽ കോസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5, കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ദെൻ d by dt of ഈ ടേം ഏതാണ്? ഒമേഗ ടി പ്ലസ് 5, ഒമേഗ ടി പ്ലസ് 5 നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എന്താണ് ഒമേഗ ടി പ്ലസ് 5യുടെ വാല്യൂ? ഒമേഗ എന്നാണ് അല്ലേ. ദിസ് ടേം ഇതിന്റെ വാല്യൂ എന്താണ്? ദിസ് ഈസ് ഒമേഗ എന്ന് കൊടുക്കാം. അതനുസരിച്ച് ഇവിടെ ആൾറെഡി ഒരു ഒമേഗ അടക്കമുണ്ട്. ഈ ഒമേഗയും ഇവിടുത്തെ ഒമേഗയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഒമേഗ സ്ക്വയറിനായിട്ട് മാറും. സോ മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ദിസ് ഈസ് ദി acceleration in simple harmonic motion. A is equal to minus a omega square cos of omega t plus 5. ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റിലോട്ട്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ എ കോസ്, ഇവിടുത്തെ എ അങ്ങ് എടുക്കാം. ദാറ്റ് മീൻസ് എ ഇസ് ഈക്വൽ ടു, ജസ്റ്റ് മാറ്റി എഴുതാം. ആദ്യം ഒമേഗ സ്ക്വയർ എഴുതുകയാണ്. മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഇവിടുത്തെ എയും കോസും കൂടി ചേർത്ത് എഴുതി. എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. അതെന്താണ്? ആദ്യം നോക്കിക്കേ. എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 ഈസ് ഈക്വൽ ടു വാട്ട്? എക്സ് ഓഫ് ടി എന്നാണ്. എക്സ് ആണ് അല്ലേ. അതനുസരിച്ച് ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം. എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ദിസ് ഈസ് ദി ഇക്വേഷൻ ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ആക്സിലറേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു, ആൻഡ് ദിസ് ഇസ് ലാസ്റ്റ് വൺ ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വാട്ട്? എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ ആണോ? The next one is energy in simple harmonic motion. Energy in simple harmonic motion. മൂന്നാമത്തെ ഡെറിവേഷൻ ആണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ദെൻ വെലോസിറ്റി പറഞ്ഞു, ആക്സിലറേഷൻ പറഞ്ഞു. അനദർ വൺ ഈസ് എനർജി. എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇവിടെ രണ്ട് ടൈപ്പ് നമ്മൾ എനർജി കണ്ടുപിടിക്കുന്നുണ്ട്. ഒന്നാമത്താണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നോട് പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം ഒന്നുകൂടെ പറഞ്ഞേ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്നാണ് ഇക്വേഷൻ. എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 നമ്മൾ കണ്ടുപിടിച്ചതാണ്. എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. രണ്ടാമത് വെലോസിറ്റി വി ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ. ഇനി ആക്സിലറേഷൻ എ ഓഫ് ടി, ആക്സിലറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന മൂന്നാമത്തെ ടേമാണ് എനർജി. അപ്പോൾ ഇത്ര ഇക്വേഷൻ മറക്കരുത്. ഇത് വെച്ച് പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം, ഡെറിവേഷൻ ചോദിക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ.
ഇനി മൂന്നാമത്തെ ടേം ആണ് എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അല്ലെ ഫസ്റ്റ് ടേം ആണ് കൈനറ്റിക് എനർജി. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണല്ലോ, നമുക്കറിയാവുന്ന സിമ്പിൾ ഫോർമുലയാണ് ഹാഫ് എം വി സ്ക്വയർ. ദിസ് ഇസ് വെലോസിറ്റി സ്ക്വയർ. നമ്മൾ ആൾറെഡി വെലോസിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് വി ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്നാണ് അല്ലേ. ഇവിടുത്തെ വെലോസിറ്റി സ്ഥാനത്ത് എന്തിനും ഈ വാല്യൂ റീപ്ലേസ് ചെയ്യണം. ഇതിന് റീപ്ലേസ് ചെയ്തോ. ദാറ്റ് ഈസ് 1/2 m ഇൻറ്റു വി സ്ക്വയർ. വിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് എ ഒമേഗ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഇവിടെ മൈനസ് എ ഒമേഗ അത് പുറത്തും എടുക്കാമല്ലോ. ദാറ്റ് ഈസ് മൈനസ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. ദ ഹോൾ സ്ക്വയർ വെലോസിറ്റി സ്ക്വയർ എന്നാണ്. ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്നാണ്. അപ്പോൾ നെഗറ്റീവ് എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്ത് പോകും. സ്ക്വയർ ടേം ആയതുകൊണ്ട് നെഗറ്റീവ് എം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് 1/2 ഇൻറ്റു എം ഇൻറ്റു സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ആയിട്ട് മാറും, ഒമേഗ സ്ക്വയർ ആയിട്ട് മാറും. ദെൻ സൈൻ സ്ക്വയർ ഓഫ് ഒമേഗ ടി പ്ലസ് 5. വീട് എന്തെടുത്താൽ മതി, സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറും. എയുടെ സ്ക്വയർ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ. ദാറ്റ് ഈസ് ഇ കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഈ ഒമേഗ സ്ക്വയറിനകത്ത് എടുത്ത് എഴുതണം. ഒമേഗ സ്ക്വയർ ഹാഫ് എം ഒമേഗ സ്ക്വയർ. ദാറ്റ് ഈസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഇവിടെ എം ഒമേഗ സ്ക്വയർ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ടേം റെപ്രസെന്റ് ചെയ്തു ഒമേഗ സ്ക്വയർ എന്നിട്ടോ. വാട്ട് ഈസ് ഒമേഗ സ്ക്വയർ? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്ന് റെപ്രസെന്റ് ചെയ്തു അല്ലേ. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്നാണ്. ഈ എം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, എം ഒമേഗ സ്ക്വയർ. എം ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ. കെ ഇസ് കോൺസ്റ്റന്റ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. കെ ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ. ഇപ്പോൾ നോക്കിക്കേ എം ഒമേഗ സ്ക്വയർ അടപ്പുണ്ട്. ഇതിനോട് നമുക്ക് എന്ത് റിപ്ലേസ് ചെയ്യാം, കെ എന്ന് റിപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇ കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഓഫ് ഒമേഗ ടി പ്ലസ് 5. So this is kinetic energy in simple harmonic motion. അപ്പോൾ kinetic equation ആണ് E k is equal to half k a square sin square omega t plus 5. First energy or. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഉണ്ട് potential energy. Second one is potential energy. Potential energy in simple harmonic motion. That is potential energy simple harmonic motion. ഇതാണ് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് ഇ പി അല്ലേ. ഇ പി ഇസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാണ്. ഹാഫ് കെ എക്സ് സ്ക്വയർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ്. നമ്മൾ വർക്ക് പവർ എനർജി ചാപ്റ്ററിനകത്ത് പഠിക്കുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ്. സോ ഹാഫ് കെ എക്സ് സ്ക്വയർ, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ എക്സിന് സ്ഥാനത്ത് എന്ത് റീപ്ലേസ് ചെയ്യാം, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഫോർമുല എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ that is half into k into x square. That means a cos of omega t plus 5 the whole square. Square table that is half into k a square cos square of omega t plus 5. So this is potential energy in simple harmonic motion. Second equation. ഇനി ഈ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജി ഇ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ കെ പ്ലസ് ഇ പി. രണ്ട് എനർജി കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. രണ്ട് എനർജി കൂടെ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എനർജി കിട്ടും. സോ ഇവിടുത്തെ ഈ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അതുപോലെ ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ടേമിലും ഹാഫ് കെ കോമൺ ആണ്, ഹാഫ് കെ എ സ്ക്വയർ കോമൺ ആണ്. ദാറ്റ് ഈസ് ഹാഫ് കെ എ സ്ക്വയർ ഇൻറ്റു ബാക്കിയുള്ളത് ഏതാണ്, സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എത്രയാണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഈ രണ്ട് ടേമും ആഡ് ചെയ്യുമ്പോൾ ഒന്നായിട്ട് മാറും. സോ ഹാഫ് കെ എ സ്ക്വയർ ഇൻറ്റു 1. Therefore total energy is equal to half k a square. This is total energy in simple harmonic motion, half k a square. അപ്പോൾ 3 എനർജി നമ്മൾ എഴുതി. ഏതൊക്കെയാണ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി. ക്ലിയർ ആണോ? Is it clear?
ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ നോക്കി? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ദെൻ എനർജി. എനർജിയിൽ 3 ടൈപ്പ് നോക്കി. ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി. ദ നെക്സ്റ്റ് ഈസ് ഫോഴ്സ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു F = -K ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 2 സ്റ്റെപ്പിൽ ഡിറൈവ് ചെയ്യാം. ഫോഴ്സ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആദ്യം ന്യൂട്ടൺ സെക്കൻഡ് ലോ എഴുതാം. എന്താണ് സെക്കൻഡ് ലോ? സെക്കൻഡ് ലോ അനുസരിച്ച് F = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F = ma. F = ma എന്നാണ്. ദെൻ ദിസ് ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ആണ് A = -ω² x എന്നാണ്. -ω² x. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ F = m × -ω² x. ക്ലിയർ? ദാറ്റ് ഈസ് F = ആദ്യം എഴുതാം -mω² x. വാട്ട് ഈസ് mω²? തൊട്ട് മുന്നേ നമ്മൾ എഴുതിയതാണ് mω². എന്താണ് mω²ന്റെ വാല്യൂ? ദാറ്റ് ഈസ് mω² K/m. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mω² കിട്ടും. mω² K എന്നാണ് അല്ലേ? Therefore F = -mω². That is replaced by K into x. F = -kx. This is force in simple harmonic motion. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. F = -kx. ക്ലിയർ ആണോ? Another one is time period. Time period in simple harmonic motion. എന്താണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ? നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് ആംഗുലർ ഫ്രീക്വൻസി അല്ലേ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 ഇക്വേഷൻ പറഞ്ഞു ആംഗുലർ ഫ്രീക്വൻസിയുടെ. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ. ഒമേഗ = 2π/t എന്നാണ്. 2π/t. ഒമേഗ = 2π/t എന്നാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഒമേഗ നമുക്കറിയാലോ. വാട്ട് ഈസ് ഒമേഗ? ω² = K/m ആണെന്ന് എഴുതി. ω² = K/m. ഈ സ്ക്വയർ ടേം അപ്പുറത്തോട്ട് നമ്മൾ റൂട്ടായിട്ട് മാറും. Therefore ω = √K/m. This omega is replaced by 2π/t. നമുക്ക് കണ്ടുപിടിക്കുന്ന ടൈം പീരീഡ് ആണ്. സോ ഒമേഗയ്ക്ക് ഒരു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2π/t is equal to √K/m. √K/m. Therefore t is equal to t എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ റൂട്ട് ടേം താഴെയും വരും. ദാറ്റ് ഈസ് 2π / √K/m. Therefore time period in simple harmonic motion T is equal to 2π × taking reciprocal. ഈ താഴത്തെ m മുകളിൽ വരും, k താഴെ വരും. That is m/k. So this is a time period in simple harmonic motion. What's the time period in simple harmonic motion? T is equal to 2π × √m/k. Clear ആണോ? Clear? Then last one is frequency. Frequency in simple harmonic motion. Time period അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫ്രീക്വൻസി സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇതാണ് ഫ്രീക്വൻസിയും ടൈമും തമ്മിലുള്ള റിലേഷൻ. ദാറ്റ് ഈസ് ഫ്രീക്വൻസി is equal to 1/t എന്നാണ് അല്ലേ? ഫ്രീക്വൻസി = 1/t. ടൈമിന്റെ ഇക്വേഷൻ അറിയാം. ടൈം is equal to ഇപ്പൊ കണ്ടുപിടിച്ചതാണ്. ദാറ്റ് ഈസ് t is equal to 2π × √m/k. This is time period. ഇതിനെ റീപ്ലേസ് ചെയ്തോ. Therefore frequency nu is equal to 1/2π × √m/k. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ m താഴെ and k is taking numerator. Therefore nu is equal to 1/2π × √k/m. So this is frequency in simple harmonic motion. കുറേ ടേം പഠിച്ചായിരുന്നു. എന്തൊക്കെ? ഡിസ്പ്ലേസ്മെന്റ് നോക്കി, വെലോസിറ്റി നോക്കി, ആക്സിലറേഷൻ നോക്കി, എനർജി അങ്ങനെ 3 ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി. അത് കഴിഞ്ഞ് ഫോഴ്സ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ടൈം പീരീഡ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ആൻഡ് ഫ്രീക്വൻസി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ പരീക്ഷയിൽ ചോദിക്കാം. എല്ലാം മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും എഴുതി പഠിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഷുവറാണ്. ഏതെങ്കിലും ഡെറിവേഷൻ ചെയ്യും. ഈ പഠിപ്പിച്ചതിൽ ഏതെങ്കിലും ഡെറിവേഷൻ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. സോ മൂവ് ടു നെക്സ്റ്റ്. ഈ ചാപ്റ്റർ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിരന്തരമായി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഡിറൈവ് ദ എക്സ്പ്രഷൻസ് ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം.
അപ്പോൾ അടുത്ത ചാൻസ് ഒരു ക്വസ്റ്റൻ ആണത്. നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇവിടെ നോക്കിയേ, ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ലോങ് ത്രെഡ് ആണ്. ഈ ഒരു ലെങ്തിനെ നമുക്ക് എല്ലാക്കി എടുക്കാം. ലെങ്ത് ഓഫ് ദിസ് സ്ട്രിങ് ഇസ് ടേക്കൺ സെൽ. ഇതിൻ്റെ അറ്റത്തട ഒരു ചെറിയ ബോബ് ഇരിക്കുകയാണ്, സ്മോൾ ബോബ്. അതിൻ്റെ മാസ് നമുക്ക് സ്മോൾ ട്രിമാക്കി എടുക്കാം. ഇപ്പം നോർമലായിട്ട് ഈ സിമ്പിൾ പെൻഡുലം സ്ട്രൈറ്റ് ആയി നിൽക്കുമ്പോൾ ഈ ഒരു പൊസിഷൻ നമ്മൾ എന്ത് വിളിക്കാം? മീൻ പൊസിഷൻ. ഈ ഒരു പൊസിഷൻ പറയുന്ന പേരാണ് മീൻ പൊസിഷൻ, അല്ലെങ്കിൽ നോർമൽ പൊസിഷൻ, സ്റ്റേബിൾ പൊസിഷൻ ഒക്കെ പറയാറുണ്ട്. മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെ ഞാൻ ഈ സിമ്പിൾ പെൻഡുലം ബോബ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് ആണ്. എക്സ് ഡിസ്റ്റൻസ് അകലെ ഈ ബോബിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഈ ബോബ് അനുഭവപ്പെടുന്ന ഒന്നാമത്തെ ഫോഴ്സ്, ദ ഫോഴ്സ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ, താഴോട്ട് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് എഫ് ജി. എഫ് ജി മീൻസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ട് വരുന്നുണ്ട്, എഫ് ജി. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. ദാറ്റ് ആംഗിൾ ഇസ് ടേക്കൺ തീറ്റ. തീറ്റ എന്ന് മെൻഷൻ ചെയ്തു. അതുപോലെ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കുറച്ചും കൂടെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെയും സെയിം ആംഗിൾ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഹിയർ ആൾസോ തീറ്റ. അങ്ങനെയാണെങ്കിൽ ദിസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു കോമ്പണൻസ്. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തൊക്കെയാണ്? രണ്ട് കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ തീറ്റ ആയിരിക്കുന്ന അതേ സൈഡിലുള്ള ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ കോമ്പണന്റ് ആണ് എഫ് ജി കോസ് തീറ്റ അല്ലെ. അപ്പം മാസിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഫോഴ്സ് ഏതാണ്? തീറ്റയുടെ സൈഡിലെ ഫോഴ്സ് ആണ് എഫ് ജി കോസ് തീറ്റ. ദെൻ അതിന് നേരെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ്, ദിസ് ഇസ് എഫ് ജി സൈൻ തീറ്റ. ഓക്കെ, ഈ ഒരു ബോബിന് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു, തീറ്റ എന്ന ആംഗിൾ. അതുപോലെ സ്ട്രിങ്ങിന് താഴോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ആംഗിൾ, സെയിം ആംഗിൾ ആണ്. രണ്ടും സെയിം ഡയറക്ഷൻ, സെയിം ആംഗിൾ ആണ്. ഇവിടെ തീറ്റ വീണ്ടും തീറ്റ ആയിരിക്കും. സോ ദിസ് തീറ്റ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു കോമ്പണൻസ്. ദെൻ തീറ്റ ആയിരിക്കുന്ന അതേ ഡയറക്ഷനിലെ ഫോഴ്സിന്റെ കോമ്പണന്റ് ആണ് എഫ് ജി കോസ് തീറ്റ. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കോമ്പണന്റ് ആണ് എഫ് ജി സൈൻ തീറ്റ. രണ്ട് ഫോഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? എഫ് ജി കോസ് തീറ്റ ആൻഡ് എഫ് ജി സൈൻ തീറ്റ. ഇനി മാത്രമല്ല, ഈ ബോബിൽ നിന്ന് സ്ട്രിങ്ങിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും എല്ലാം ദിസ് ഡയറക്ഷൻ. ഇങ്ങോട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സിനെ നമുക്ക് ടെൻഷൻ എന്ന് വിളിക്കാം. ദ ഫോഴ്സ് ആക്ടിംഗ് ഇൻ ദി സ്ട്രിങ്. സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതാണ്? ടെൻഷനാണ്. അപ്പൊ സ്ട്രിങ്ങിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ ടെൻഷനും രണ്ടാമത്തെ എഫ് ജി കോസ് തീറ്റ. എഫ് ജി കോസ് തീറ്റ ആക്ടിംഗ് ഡൗൺവേർഡ് ഡയറക്ഷൻ, താഴോട്ടാണ്. എഫ് ജി കോസ് തീറ്റ താഴോട്ടും സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ ഇങ്ങോട്ടാണ്, മുകളിലോട്ടുമാണ്. ദെൻ ടി ആൻഡ് എഫ് ജി കോസ് തീറ്റ, ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ഫോഴ്സ് ആണ്, ബട്ട് ദേ ആർ ആക്ടിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എഫ് ജി കോസ് തീറ്റ താഴോട്ടും ടെൻഷൻ മുകളിലോട്ടുമാണ്. ദേ ആർ ആക്ടിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ടു ഈച്ച് അതർ. അപ്പൊ ഏതൊക്കെയാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്? ടി ആൻഡ് എഫ് ജി കോസ് തീറ്റ. രണ്ട് ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള ഫോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ, എഫ് ജി സൈൻ തീറ്റ. ഈ എഫ് ജി സൈൻ തീറ്റ ആണ് ഇവിടെ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട്. കാരണം ഞാൻ ഇങ്ങോട്ട് ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് എടുത്തപ്പോൾ ഈ ഒരു പെൻഡുലത്തിനകത്ത് ഫോം ചെയ്ത റീസ്റ്റോറിംഗ് ഫോഴ്സ്, ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ എഫ് ജി സൈൻ തീറ്റ ആണ്. ദിസ് എഫ് ജി സൈൻ തീറ്റ ആക്ടിംഗ് along the directions of mean position. Mean position അതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് എഫ് ജി സൈൻ തീറ്റ. ദാറ്റ് ഫോഴ്സ് ഇസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ആർ ഇസ് ഈക്വൽ ടു എഫ് ജി സൈൻ തീറ്റ. ഇത്രയും ക്ലിയർ ആണോ? ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിനകത്ത് മൂന്ന് ടൈപ്പ് ഓഫ് ഫോഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ ഫോഴ്സ് എഫ് ജി സൈൻ തീറ്റ ആൻഡ് എഫ് ജി കോസ് തീറ്റ ആൻഡ് ടെൻഷൻ. ഈ ടെൻഷനും എഫ് ജി കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് ഒറ്റ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് എഫ് ജി സൈൻ തീറ്റ. ദിസ് ഫോഴ്സ് ഇസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ജി സൈൻ തീറ്റ. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഒരു ചെറിയ നെഗറ്റീവ് കൊടുക്കാം. എഫ് ആർ ഈക്വൽ ടു മൈനസ് എഫ് ജി സൈൻ തീറ്റ. ക്ലിയർ? ദാറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ജി. എഫ് ജി മീൻസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ദാറ്റ് ഇസ് എം ഇൻറ്റു ജി, മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. മൈനസ് എം ജി ഇൻറ്റു സൈൻ തീറ്റ, മൈനസ് എം ജി ഇൻറ്റു സൈൻ തീറ്റ. ക്ലിയർ ആണോ? ഇവിടുത്തെ ഈ ഒരു ആംഗിൾ, ഇവിടെ ഫോം ചെയ്ത ഈ ഒരു ആംഗിൾ വളരെ ചെറിയൊരു ആംഗിൾ ആണ്, വളരെ സ്മോൾ ആംഗിൾ ആണെങ്കിൽ സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. എന്താക്കി എടുക്കാം? വളരെ ചെറിയൊരു ആംഗിൾ ആയതുകൊണ്ട് തീറ്റ സൈൻ തീറ്റ എന്താക്കി എടുക്കാം? തീറ്റ ആയിട്ട് എടുക്കാം. Therefore, restoring force is equal to minus mg theta. This is taken as equation number 1. ഇനി എന്താക്കി എടുക്കുക? Equation number 1 ആക്കി എടുക്കുക. Clear? Then, second step, by second law. Second law അനുസരിച്ച് എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? F is equal to, second law അനുസരിച്ച് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to
that is by second law F is equal to ma, mass into acceleration അല്ലേ. ദിസ് ഈസ് ടേക്കൺ as ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ആക്കി എടുത്തു. അപ്പോൾ ആദ്യം എഴുതി റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി, ദെൻ എഫ് ജി ഇസ് റീപ്ലേസ് ബൈ എം ജി എടുത്തു, സൈൻ തീറ്റ ചെറിയൊരു ആംഗിളായിട്ട് എടുത്തു, എഫ് ആർ ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു തീറ്റ, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്തു, സെക്കൻഡ് ലോ അനുസരിച്ച് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എഫിന് എന്ത് കൊടുക്കാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ കൊടുത്തു. അതിന് ഇക്വേഷൻ നമ്പർ 2 ആക്കി എടുത്തു. ഇനി നോക്കിയേ, ഈ ഒരു ആംഗിൾ ഫോം ചെയ്ത് ഈ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ ഒരു സെക്ടറാണ്, ഒരു സർക്കിളിന്റെ സെക്ടർ പോലെ ഇരിപ്പുണ്ട്. ഇതാണ് ആംഗിളിന്റെ ഫോർമുല. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്നാണ് ഫോർമുല. ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ഇസ് ഈക്വൽ ടു, ഈ ഡയഗ്രാം നോക്കുമ്പോൾ ഇവിടുത്തെ ആർക്ക് ലെങ്ത് ഈ ഇത്രയും ഭാഗമാണല്ലേ, ഈ ഒരു ബോബ് പോയി ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദിസ് ആർക്ക് ലെങ്ത് നമുക്ക് അതിനെ എന്താക്കി എടുക്കാം, എക്സ് ആക്കി എടുക്കാം. ആർക്ക് ലെങ്ത് ഈസ് എക്സ് ഡിവൈഡ് ബൈ റേഡിയസ്. റേഡിയസ് എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് ആണ്. വാട്ട്സ് ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് ടേക്കൺ as L എന്നാണ്. സോ എക്സ് ഡിവൈഡ് ബൈ L, ദാറ്റ് മീൻസ് ആംഗിൾ മീൻസ് തീറ്റ അല്ലേ, തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എൽ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ ആണോ? സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് ഈക്വൽ ടു എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദെൻ ആംഗിളിന്റെ ഫോർമുല അനുസരിച്ച് എക്സ് ബൈ എൽ. നമുക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത്, ഫ്രം ദി ഡയഗ്രാം. ഈ ഡയഗ്രാം അനുസരിച്ച് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ എന്ന് കിട്ടി. അപ്പൊ ഇക്വേഷൻ 2 ഉം 3 ഉം, ഇക്വേഷൻ 2 ഏതാണ്, എഫിന്റെ വാല്യൂയും അതുപോലെ 3 ഏതാണ്, ആംഗിളിന്റെ വാല്യൂ. ഈ രണ്ട് വാല്യൂസ് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 ഇവിടെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് ഫ്രം ഇക്വേഷൻ നമ്പർ 1, അപ്പോൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഫ്രം ഇൻ ഇക്വേഷൻ നമ്പർ 1 implies F. What is F? F means mass into acceleration. M എന്ന് replace ചെയ്യാലോ. MA, that is MA is equal to minus mg into theta. Theta ക്ക് x by l കൊടുക്കാം. minus mg into theta. Theta ക്ക് എന്ത് കൊടുക്കാടെ, x by l. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ മാസും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഏതാണ്, A is equal to minus g by l into x. ക്ലിയർ ആണോ? g by l into x. What is A? A is called acceleration. ഇത് മൂവ് ചെയ്യുമ്പോഴാണ് ആക്സിലറേഷൻ. തൊട്ട് മുന്നേ ഡെറൈവ് ചെയ്തു. വാട്ട് ഈസ് ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ? ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ എന്താണ്, A is equal to minus omega square x എന്നാണ് അല്ലേ, ഓർമ്മയുണ്ടോ? തൊട്ട് മുന്നേ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. A is equal to minus omega square x. ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എക്ക് വരെ എന്ത് ചെയ്യുക, ഇവിടുത്തെ എക്ക് വരെ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്. ഇവിടുത്തെ എക്സും കട്ട് ചെയ്ത് പോകും, ഇവിടുത്തെ മൈനസും കട്ട് ചെയ്ത് പോകും. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ. ഇത് ഒമേഗ സ്ക്വയർ ആണ്. സ്ക്വയർ ടേം അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ റൂട്ടായിട്ട് മാറും. ദെയർഫോർ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ. ക്ലിയർ ആണോ? റൂട്ട് ജി ബൈ എൽ. ഇത്രയും ഓക്കെ ആണോ? നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, ഇക്വേഷനകത്ത് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ടൈം പീരീഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഒമേഗയും ടൈം പീരീഡ് നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട് ആൾറെഡി. എന്താണ് ഇക്വേഷൻ, ഒമേഗ ഇസ് ഈക്വൽ 2π ബൈ ടി ആണ് അല്ലേ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടി ആണ്. ഈ ഒരു ഫോം നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ. കണ്ടുപിടിക്കുന്ന ടൈം പീരീഡ് ആണ്. സോ ഒമേഗയ്ക്ക് വരാം, ഇവിടുത്തെ ഒമേഗയ്ക്ക് വരെ എന്ത് കൊടുക്കാം, 2π ബൈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2π ബൈ ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് g by l, root g by l. Clear? ഇനി therefore t is equal to, t ക്രോസ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, റൂട്ട് താഴോട്ട് ഒന്ന് വരും. ദാറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ റൂട്ട് ജി ബൈ എൽ. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ therefore t is equal to 2π into root of g by l. This is time period of a simple pendulum. Very important. Now equation, time period of a simple pendulum, t is equal to 2π into root g by l. ക്ലിയർ ആണോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷൻ ആണ്. ഒരു 3 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, വളരെ തറവായിട്ട് എഴുതി പഠിച്ചിട്ട് വേണം പരീക്ഷയിൽ പോകാൻ. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ലാസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം.
The first one is show that the function sin omega t plus cos omega t represent simple harmonic motion. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കതിനെ ഒരു ഫംഗ്ഷൻ അല്ലേ എക്സ് ഒ ആക്കി എടുക്കാം. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ എഫ് ഓഫ് ടി ആക്കി എടുത്തു. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി, സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്നാണ് അല്ലേ. അപ്പോൾ ഇതിനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫംഗ്ഷൻ ആക്കി എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നത്. നമുക്കറിയാം എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്താണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ എന്താണ്. ഫംഗ്ഷനിൽ ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഈസ് ഈക്വൽ ടു എ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈവ് അല്ലേ, പ്ലസ് ഓ മൈനസ് ഫൈവ്, ഇവിടെ പ്ലസ് ആവാം മൈനസ് ആവാം വാട്ടർ. ഒരു ഫംഗ്ഷനാക്കി എഴുതാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനൊരു ഫോമിലോട്ട് എ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഓ മൈനസ് ഫൈവ് അല്ലെങ്കിൽ എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഓ മൈനസ് ഫൈവ് ഇങ്ങനെ ഒരു ഫംഗ്ഷനിലോട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റിനകത്ത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് കോസ് ഓഫ് ഒമേഗ ടി. ഈ ഒരു ഫംഗ്ഷനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഫോമിലോട്ട് മാറ്റി എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം. മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ റൂട്ട് 2 എന്ത് ചെയ്യാം, ഒരു റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് കോസ് ഓഫ് ഒമേഗ ടി. ഇപ്പം എന്താ ചെയ്തത്, റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു. വ്യത്യാസമൊന്നുമില്ല. ഈ റൂട്ടിന് ഞാൻ ഈ ഒരു ബ്രാക്കറ്റിന് അകത്തോട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് കോസ് ഓഫ് ഒമേഗ ടി ദ ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് 2. ക്ലിയർ അല്ലേ. പുറത്തുള്ള റൂട്ട് അകത്തോട്ട് അങ്ങ് എടുത്തു. ദാറ്റ് ഈസ് ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ റൂട്ട് 2 ആണ്. ഈ റൂട്ട് കൊണ്ട് ഓരോ ടേമിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ന്യൂമറേറ്ററിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ റൂട്ട് 2 പ്ലസ് സെയിം റൂട്ട് കൊണ്ട് സെക്കൻഡ് ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്യാം, കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ റൂട്ട് 2. അപ്പോൾ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. റൂട്ട് 2 കൊണ്ട് ന്യൂമറേറ്ററും അതുപോലെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം താഴെയുള്ള ഡിനോമിനേറ്റർ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തു. സൈൻ ഒമേഗ ടി ബൈ റൂട്ട് 2 പ്ലസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ റൂട്ട് 2. ഇനി ഇതിനകത്ത് എന്താണ് സൈൻ പൈ ബൈ 4, എന്താണ് കോസ് പൈ ബൈ 4. ഈ പൈ ബൈ 4 45 എന്നാണല്ലേ. സൈൻ പൈ ബൈ 4 ആയാലും അതുപോലെ കോസ് പൈ ബൈ 4 ആയാലും ഇതിന്റെ വാല്യൂ തരുന്നത് റൂട്ട് 2 ആണ്. 1 ബൈ റൂട്ട് 2 എന്നാണ്. 1 ബൈ റൂട്ട് 2 എന്താണ് വാല്യൂ, സൈൻ പൈ ബൈ 4 എന്നാലും കോസ് പൈ ബൈ 4 അല്ലെങ്കിൽ കോസ് 45 എന്തായാലും വാല്യൂ എന്നാണ് 1 ബൈ റൂട്ട് 2. ഇവിടെ ഓരോ ടൈമിൽ 1 ബൈ റൂട്ട് 2 ഉണ്ടല്ലോ. ഫസ്റ്റ് ടൈമിൽ 1 ബൈ റൂട്ട് 2, സെക്കൻഡ് ടൈമിൽ 1 ബൈ റൂട്ട് 2. ഈ ഫസ്റ്റ് ടൈമിലെ 1 ബൈ റൂട്ട് 2 വരെ ഞാൻ കോസ് പൈ ബൈ 4 എടുക്കുകയാണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ഈ സൈൻ ഒമേഗ ടി അതുപോലെ എഴുതി സൈൻ ഒമേഗ ടി ഇൻറ്റു ഇവിടുത്തെ 1 ബൈ റൂട്ട് 2, ഇവിടുത്തെ 1 ബൈ റൂട്ട് 2 വരെ എന്ത് എഴുതി, കോസ് പൈ ബൈ 4 അല്ലേ. കോസ് പൈ 4 വാല്യൂ എത്രയാണ്, 1 ബൈ റൂട്ട് 2 ആയതുകൊണ്ട് അവിടുത്തെ ടേം 1 ബൈ റൂട്ട് 2 ഈസ് റീപ്ലേസ്ഡ് ബൈ കോസ് പൈ ബൈ 4 പ്ലസ് ഇനി രണ്ടാമത്തെ ടേം കോസ് ഒമേഗ ടി. ആ കോസ് ഒമേഗ ടി അതുപോലെ എഴുതുവാണ്, കോസ് ഒമേഗ ടി ഇൻറ്റു ഇവിടെ എന്ത് കിടപ്പുണ്ട്, ഒരു 1 ബൈ റൂട്ട് 2 അല്ലേ. ഈ ടേം 1 ബൈ റൂട്ട് 2 ഇവിടുത്തെ ഈ 1 ബൈ റൂട്ട് 2 പകരം സൈൻ പൈ ബൈ 4 എഴുതി. സൈൻ പൈ ബൈ 4 വന്നാൽ എന്ത് തന്നെയാണ് വാല്യൂ, 1 ബൈ റൂട്ട് 2 തന്നെയാണ്. നോക്കാം, ഫസ്റ്റ് 1 ബൈ റൂട്ട് 2 എഴുതി, കോസ് പൈ ബൈ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെക്കൻഡ് 1 ബൈ റൂട്ട് 2 എഴുതി, സൈൻ പൈ ബൈ 4 എന്ന് എഴുതി. അപ്പോൾ ഇതിന്റെ നോക്കി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഫോമായിട്ട് മാറി. ഇതാണ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇത് ഏത് ഫോമാണ്, സൈൻ ബി. ദാറ്റ്സ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി അല്ലെ. സൈൻ എ പ്ലസ് ബി ഫോമാണ്. ഇവിടെ ഏത് സ്ഥാനത്ത് എന്താ നടക്കുന്നത്, ഒമേഗ ടിയും ബിയുടെ സ്ഥാനത്ത് പൈ ബൈ 4 ആണ്. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു സൈൻ ഓഫ് എ ഈസ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 4. ഒമേഗ ടി പ്ലസ് 5 by 4 that is our function is root 2 into sin of omega t plus 5 by 4. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി, സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ ആയിട്ട് മാറി. ഇവിടുത്തെ a sin of omega t plus or minus 5 എന്നാണ്. ഇവിടെ a is ആംപ്ലിറ്റ്യൂഡ് ഒരു വാല്യൂ ആണ്.
ഇവിടെ അന്ന് എന്ത് കിടപ്പുണ്ട്? റൂട്ട് കിടപ്പുണ്ട്. സോ ഇവിടുത്തെ റൂട്ട് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? റൂട്ട് റെപ്രസെന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5/4. ഇവിടുത്തെ 5/4 എന്ന് വെച്ചാൽ ഫേസ് കോൺസ്റ്റന്റ് ആണ്. സോ ഈ ഇക്വേഷനും നമ്മുടെ ബേസിക് ഇക്വേഷൻ രണ്ടും എന്താണ്? സിമിലർ ആണ്. അതുകൊണ്ട് എഫ് ഓഫ് ടി റൂട്ട് 2 സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5/4 എന്നാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സിമ്പിൾ ഹാർമോണിക് മോഷൻ. ക്ലിയർ ആണോ? അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി നമ്മൾ എന്തോട്ട് കൺവേർട്ട് ചെയ്തു? സിമ്പിൾ ഹാർമോണിക് മോഷനിലോട്ട് കൺവേർട്ട് ചെയ്തു. സോ സ്റ്റെപ്സ് എല്ലാം ഓക്കെ ആണോ? ക്ലിയർ ആണോ അത്? ഓക്കെ. Next, a particle executes simple harmonic motion of amplitude A. ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിട്ട് മാറുന്നത്? സോ ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുമ്പോഴാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് അത് തന്നെ എടുത്തെഴുതാം. ഗിവൺ എന്താ തന്നിരിക്കുന്നത്? ഇൻ ഗിവൺ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. എന്താണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല? ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്പ്രിംഗ് ദാറ്റ് ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ്. ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇവിടെ വി വെലോസിറ്റിയും എക്സ് ഡിസ്പ്ലേസ്മെന്റും ആണ്. വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ എന്താണ്? v is equal to minus a omega sin of omega t plus 5. നമ്മൾ ഇക്വേഷൻ ഡെറിവ് ചെയ്തു അല്ലേ? ഇതുപോലെ അല്ലെങ്കിൽ എന്ത് എഴുതാം? ഓർ വി കൻ റൈറ്റ് v is equal to minus omega into root of a square minus x square. ഇതാണ് v യുടെ ഇക്വേഷൻ. ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ അല്ലെ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് എഴുതിയാൽ മതി. ദിസ് ഇസ് വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതുപോലെ x ഡിസ്പ്ലേസ്മെന്റ് ആണ്. വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ? x of t is equal to a cos of omega t plus 5 എന്നാണ്. a cos of omega t plus 5. ഇവിടെ വിക്ക് വരം ഈ ഇക്വേഷനും അതുപോലെ തന്നെ എക്സിന് വരും ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. വിക്ക് വരം എന്ത് കൊടുക്കാം? മൈനസ് ഒമേഗ ദാറ്റ് ഈസ് മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. വിക്ക് വരം മൈനസ് ഒമേഗ root of a square minus x square is equal to half into kx square. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇത് റീപ്ലേസ് ചെയ്യേണ്ട. എക്സ് ആണ് കണ്ടുപിടിക്കാൻ. ഡിസ്പ്ലേസ്മെന്റ് വാട്ട് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മീൻ പൊസിഷൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഏത് ഡിസ്റ്റൻസിലാകുമ്പോഴാണ് ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ട് മാറുന്നത്? അപ്പോൾ കണ്ടുപിടിക്കുന്ന ടൈം ഇതാണ് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇവിടുത്തെ ഹാഫും കട്ട് ചെയ്ത് കളയാം. ഹാഫും കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ കെ ഈസ് ദെയർ. What is k? K is called spring constant. That is omega square is equal to k by m എന്നാണ്. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m omega square ആയിട്ട് മാറും. m omega square is equal to k എന്നാണ്. That is m into ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഒമേഗയ്ക്ക് ഒരു ഒമേഗ സ്ക്വയർ ആയിട്ട് മാറും. m omega square into root of a square minus x square. സ്ക്വയർ വരും. ഇവിടുത്തെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അങ്ങ് ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് a square minus x square is equal to k. This k is replaced by this value. K is equal to m omega square എന്നാണ്. m omega square into x square. ഇവിടുത്തെ m കട്ട് ചെയ്ത് പോകും. omega square കട്ട് ചെയ്ത് പോകും. The remaining term is a square minus x square is equal to x square. ഇവിടുത്തെ മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്തോട് ചെല്ലും. ഈക്വലിന് അപ്പുറത്തോട് പോകും. ഈക്വലിന് അപ്പുറത്തോട് ചെല്ലുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. സോ a square is equal to x square plus x square. x square plus x square is equal to what? That's equal to 2x square. A equal to 2x square. കണ്ടുപിടിക്കുമ്പോൾ x അല്ലേ? Therefore 2x square is equal to a. x square equal to a by 2. സ്ക്വയർ ടേം അപ്പുറത്തും റൂട്ട് ആയിട്ട് മാറും. Therefore x is equal to x square is equal to root of x square is equal to root of a square by 2. a square റൂട്ട് പുറത്തെടുക്കുമ്പോൾ a by root 2 ആയി മാറും. a by root 2. So this is x displacement.
വാട്ട്സ് ദ ഫൈനൽ ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു എ ബൈ റൂട്ട് ടു. അപ്പോൾ എക്സ് എ ബൈ റൂട്ട് ടു ഡിസ്റ്റൻസ് ആകുമ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണോ? Okay. The given graph shows potential energy, kinetic energy and total energy of a block attached to a spring obeying Hooke's law. Identify the graph. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലെ എനർജിയുടെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. എനർജി ഇൻ y ആക്സിസ് ആൻഡ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആക്സിസ്. അപ്പോൾ ഇതിൽ ഏതാണ് പൊട്ടൻഷ്യൽ എനർജി, ഏതാണ് കൈനറ്റിക് എനർജി, ഏതാണ് ടോട്ടൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ നോക്കിയോ, ഈ ഒരു ഗ്രാഫ്, ഈ ഒരു കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? അതുപോലെ സെക്കൻഡ് കർവ്, ഈ ഒരു പാരബോളിക് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? അതുപോലെ ഈ സ്ട്രേറ്റ് ലൈൻ ഇത് റെപ്രസെന്റ് ചെയ്താണ്. 3 കർവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എനർജിയിൽ എ ബി സി, എ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, ബി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ഇവിടെ എ എന്ന ടേം റെപ്രസെന്റ് ടോട്ടൽ എനർജി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ടോട്ടൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ബി എന്ന കർവ് ഏതാണ്? ഈ കർവ്, ദിസ് curve represent potential energy. This is potential energy. And A and C, last one is C. This curve represent kinetic energy. ഈ ഒരു കർവ് എന്ന് പറയുന്നത് എനർജിയുടെ കർവാണ്. അപ്പോൾ 3 കർവും എ ബി സി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതുപോലെ ബി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതുപോലെ സി. ഹിയർ എ റെപ്രസെന്റ് ടോട്ടൽ എനർജി ആൻഡ് ബി, ഈ സെക്കൻഡ് കർവ്, ഈ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് തേർഡ് കർവ് സി റെപ്രസെന്റ് ദി കൈനറ്റിക് എനർജി. Okay. Then another question is, which of the following relationship between the accelerations A and displacement x of the particle involve simple harmonic motion? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ആക്സിലറേഷൻസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എന്താണ് ആക്സിലറേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ? ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ A is equal to മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് എന്നാണ്. മൈനസ് ടേം വരണം, അതുപോലെ ഒരു കോൺസ്റ്റന്റ് സ്ക്വയർ വേണം, കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് എന്നാണ്. തന്നിരിക്കുന്ന ടൈമിൽ ഇത് നെഗറ്റീവ് ഇല്ല, അപ്പോൾ ഇത് വരത്തില്ല. ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് വരത്തില്ല. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, പക്ഷേ എക്സിന് എന്തില്ല, സ്ക്വയർ ഇല്ല, അതുകൊണ്ട് ഈ ടേം വരത്തില്ല. അപ്പോൾ എക്സിന് സ്ക്വയർ ഒരു ടേം വരത്തില്ല. എക്സിന് പവർ എത്രയാണ്? ഇവിടെ പവർ 1 ഉള്ളൂ. സോ മൈനസ് 5 ഇൻറ്റു എക്സ്. സോ മൈനസ് ഇസ് ദയർ, 5 ഒരു കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു എക്സ്. സോ ദിസ് റെപ്രസെന്റ് ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. കമ്പയർ ചെയ്യുമ്പോൾ A ഈക്വൽ ടു മൈനസ് 5x ആണ് എന്ത് പറയുന്നത്? ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, ഓക്കെ, ഇതുവരെയുള്ള നമ്മുടെ ഫസ്റ്റ് ഓസിലേഷൻ ചാപ്റ്റർ. അപ്പോൾ ഓസിലേഷൻ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഡെറിവേഷനും, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എല്ലാ ഡെറിവേഷനും അവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപ്പുറത്തൊരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കാനില്ല. എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതി വർക്കൗട്ട് ചെയ്യുക. സോ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. നെക്സ്റ്റ് ഈസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മുടെ ഈ വർഷത്തെ ബോർഡ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ കുറച്ച് മാർക്ക്, എന്ന് വെച്ചാൽ 2 മാർക്കിന് മാത്രമേ ഇതിന് ചോദിക്കത്തുള്ളൂ. അത്രയും ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ഡെറിവേഷൻ ഒന്നും ചോദിക്കാനില്ല. ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റോ 2 ഇക്വേഷനോ മാത്രമേ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ കൈനറ്റിക് ഗ്യാസ് വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് പോവാം. ദ ഫസ്റ്റ് വൺ ഈസ്, ഇപ്പോൾ 2 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഒരു കൈനറ്റിക് തിയറി ഗ്യാസിന്റെ പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 4 പോയിന്റ്സ് മിനിമം എന്ത് ചെയ്യണം, എഴുതാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ് ഈസ്, a gas is a collection of large number of molecules. The molecules are perfectly elastic rigid sphere and are different for different gas. ഒരു ഗ്യാസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് അത് ഡിഫറെൻറ്റ് ഗ്യാസസിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ആ എല്ലാ ഗ്യാസും എങ്ങനെയുള്ള ഗ്യാസ് ആയിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയർ ആയിരിക്കും. ആ ഒരു ടേം ഓർമ്മിച്ച് വെച്ചേ.
എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയർ. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്സ്. അപ്പൊ ഈ ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ്? ദേ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയർ ആയിരിക്കും. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്ത് പറയാം, ഒരു ഗ്യാസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഈ മോളിക്യൂൾസ് എല്ലാം എന്തായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയർ ആയിരിക്കും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസിന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇലാസ്റ്റിക് സ്പിയർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടോപ്പിക് നോക്കി. രണ്ടാമത്തെ പോയിന്റ്, ദ സൈസ് ഓഫ് എ മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് വിത്ത് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ സൈസ്, ഈ മോളിക്യൂൾ സൈസ് വളരെ 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 ചെറുതാണ് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ, ഡിസ്റ്റൻസ് വെച്ചാൽ ഇത് ഗ്യാസ് ആണ്. ഗ്യാസ് സിസ്റ്റം എടുക്കുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഒരു സോളിഡ് ആണെങ്കിലോ മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് എന്ന് പറയാം. ചേർന്നിരിക്കും. ലിക്വിഡ് ആകുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടാവും. ഗ്യാസ് ആകുമ്പോൾ സ്പേസ് വളരെ കൂടുതലാണ്. അപ്പൊ സ്പേസ് ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ, സൈസ് ഓഫ് ദ മോളിക്യൂൾ ഈസ് വെരി വെരി സ്മോൾ. അതാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, ദ മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. ആ ഒരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് പല ഡയറക്ഷനിലോട്ട്, കൃത്യമായ ഡയറക്ഷൻ അല്ല, റാൻഡംലി എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യും? ഇനി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. തേർഡ് പോയിന്റ് ഇതാണ്, മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. Then fourth point is, during their motion, molecules collide with each other and with the walls of the containing vessels. ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഗ്യാസ് ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ മൂവ് ചെയ്യും, റാൻഡംലി മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പം പരസ്പരം മോളിക്യൂൾസ് തമ്മിൽ കൊളിഷൻ സംഭവിക്കും. അതുപോലെ തന്നെ അതിന്റെ ആ ഇരിക്കുന്ന കണ്ടെയ്നറിന്റെ വാൾസിലും എന്ത് ചെയ്യും? കൊളിഷൻ സംഭവിക്കും. എന്ത് പറയാം? മൂവിങ് സമയത്ത് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ, പരസ്പരം അങ്ങോട്ടും കൊളൈഡ് ചെയ്യും. മാത്രമല്ല ദെൻ വാൾസ് ഓഫ് ദി കണ്ടെയ്നിങ് വെസൽ, ഇരിക്കുന്ന ഏത് കണ്ടെയ്നർ ആണോ അതിന്റെ വാൾസിൽ എന്ത് ചെയ്യും? പരസ്പരം കൊളിഷൻ സംഭവിക്കും. അപ്പം ഇത് ഏത് ടൈപ്പ് ഓഫ് കൊളിഷൻ ആയിരിക്കും? ദ കൊളിഷൻസ് ആർ ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷൻ ആകുമ്പോൾ ഏതൊക്കെ കൺസിഡർ ആയിരിക്കും? നമ്മൾ വർക്ക് പവർ എനർജി ചാപ്റ്ററിൽ പഠിച്ചാണ്. രണ്ട് ടൈപ്പ് ഓഫ് കൊളിഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? കൊളിഷൻ, ഇലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്, അതുപോലെ ഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ എനർജിയും അതുപോലെ തന്നെ ലീനിയർ മൊമെന്റും ഒക്കെ കൺസിഡർ ആയിരിക്കും. ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ എനർജി കൺസിഡർഡ് അല്ല, മൊമെന്റ് മാത്രമേ കൺസിഡർ ആയിരിക്കത്തുള്ളൂ. ഇവിടെ ഈ മോളിക്കുലർ കേസ് അല്ലെങ്കിൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കേസിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. അപ്പൊ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ എനർജിയും അതുപോലെ ടോട്ടൽ മൊമെന്റവും എന്തായിരിക്കും? കൺസേർഡ് ആയിരിക്കും. ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ ദേ ആർ കൺസേർഡ്. അപ്പൊ ഇവിടെ നോക്കി എന്തൊക്കെ പറയാം? മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി റിജിഡ് സ്പിയർ ആയിരിക്കും. The size of the molecules are very small as compared to that of the distance between the molecules. The molecules are always in random motion. The next is they are always collide with each other and the walls of the containing vessels. The collisions are always elastic in nature. That means total energy and the linear momentum are always conserved. Clear? The next is between two collisions, a molecule is moving in straight path with a uniform velocity. Collisionization, ഈ മോളിക്യൂൾസ് തമ്മിൽ ഹിറ്റ് ചെയ്യുന്ന സെഷൻ ചെയ്യും. അത് സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് മൂവ് ചെയ്ത് പോകുന്നത്. വീണ്ടും മറ്റൊരു മോളിക്യൂളുമായി കൂട്ടിയിട്ടും വീണ്ടും സ്ട്രേറ്റ് ലൈനിൽ പോകും. സോ കൊളിഷനൈസേഷൻ നിങ്ങളുടെ പാത്തായിരിക്കും ദേ മൂവ്സ് ഇൻ സ്ട്രേറ്റ് പാത്ത് വിത്ത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ലാസ്റ്റ് വൺ ഈസ് there is no force of attraction or repulsion between molecules. മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ റിപ്പൾഷൻ ഒന്നും തന്നെ എന്തില്ല ഉണ്ടായിരിക്കത്തില്ല. ഇത്രയാണ് എന്ത് പറഞ്ഞത് കൈനറ്റിക് തിയറിയിലെ പോസ്റ്റ്ലേറ്റ്സ് വരുന്നത്. ഒരിക്കലും നോക്കിയോ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് വൺ ഈസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, സൈസ് ഓഫ് ദ മോളിക്യൂൾസ് ആർ വെരി സ്മോൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ദ മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. ദെൻ they are collide with each other and the walls of the containing vessels. Collisions are perfectly elastic. Elastic എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിയും ടോട്ടൽ ലീനിയർ മൊമെന്റും എന്തായിരിക്കും? കൺസേർഡ് ആയിരിക്കും. The next is between two collisions, molecules moves in a straight path with uniform velocity. There is no force of attraction or repulsion between molecules. These are the postulates of kinetic theory of gases. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ? ദെൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ബിഹേവ് ലൈക്ക്. ഒരു 4 ഓപ്ഷൻ പറയുന്നുണ്ട്. ഇൻലാസ്റ്റിക് സ്പിയേഴ്സ് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയേഴ്സ് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നോൺ റിജിഡ് സ്പിയേഴ്സ് ആണ്, ഇൻഇലാസ്റ്റിക് നോൺ റിജിഡ് സ്പിയർ. ഈ തന്നിരിക്കുന്നതിൽ
കൈനറ്റിക് ഒരു ഗ്യാസ് അനുസരിച്ച് മോളിക്യൂൾസ് എങ്ങനത്തെ നേച്ചർ ആണുള്ളത് നോക്കിയായിരുന്നു. ഇതാണ് ദേ ആർ പെർഫെക്റ്റ്ലി റിജിഡ് അല്ലെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയർ ആണ്. ഏതാണ്? മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയർ ആണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത് ഇവിടെ? ഒരിക്കലും ഇൻഇലാസ്റ്റിക് ഒന്നുമല്ല അല്ലേ, ഇലാസ്റ്റിക് ആണ്. സോ ദിസ് ഇസ് നോട്ട് അവർ ആൻസർ. ഇലാസ്റ്റിക് ഒന്നുമല്ല, ഇലാസ്റ്റിക് ആണ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയർ. സോ ദിസ് ഈസ് അവർ ആൻസർ. നോൺ റിജിഡ് ഒന്നുമല്ല, നോൺ റിജിഡ് സ്പിയർ ആണ്. സോ അവർ ആൻസർ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയർ. അപ്പോൾ കൈനറ്റിക് ഒരു ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിജിഡ് സ്പിയേഴ്സ്. നെക്സ്റ്റ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? എ ഗ്യാസ് ദാറ്റ് obeys the ideal gas equation at all temperature and pressure. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസസ് നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. ഐഡിയൽ ഗ്യാസ് എന്ത് ഒബേ ചെയ്യും? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യും. എന്താണ് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് PV is equal to ideal gas equation, that is PV is equal to nRT, ideal gas equation. അപ്പോൾ ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന എല്ലാ ഗ്യാസസ് നമുക്ക് എന്ത് വിളിക്കാം? ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. അത് ഒബേ ചെയ്യാത്ത ഇക്വേഷൻ നമുക്ക് പറയുന്നവരാണ് റിയൽ ഗ്യാസ്. ഓക്കെ, റിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്ത ഗ്യാസസിനെ എന്ത് വിളിക്കാം? റിയൽ ഗ്യാസ് എന്ന് പറയാം. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഗ്യാസസിനെയും ഐഡിയൽ എന്ന് വിളിക്കാം. So PV is equal to nRT. Here n means number of moles എന്നാണ്. n means number of moles, where n is equal to capital N divided by small letter n. ഇവിടെ capital N എന്ന് വെച്ചാൽ total number of molecules. n is called Avogadro number. Okay, what is small letter n? Number of moles is equal to small letter n ഏതാണ്? Number of moles. This is number of moles. Capital N. What is capital N? Capital N is called total number of molecules. Total number of molecules. Na is called Avogadro number. N is Avogadro number. Then R is called universal gas constant. R എന്ത് വിളിക്കും? Universal gas constant. That is the value of R is 8.314 joule per mole Kelvin. എന്താണ് ഫോർമുല? വാല്യൂ എന്താണ്? The value of universal gas constant is R is equal to 8.314 joule per mole Kelvin. ഇനി R is equal to നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. R is equal to KB into NA. KB into NA. Here KB is a constant. This constant is called Boltzmann's constant. What is KB? KB is called Boltzmann's constant. The value of Boltzmann's constant is, that is KB equal to 1.38 into 10 raised to minus 23 joule per Kelvin. എന്താണ് വാല്യൂ? ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് വാല്യൂ എന്താണ്? 1.23 into 10 power minus 23 joule per Kelvin. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇക്വേഷൻ PV is equal to capital N into KBT. രണ്ട് ഇക്വേഷൻ ഉണ്ട്, മറന്നു പോകരുത്. ഒരു മോളിക്യൂൾസിന്റെ കേസ് ആണെങ്കിൽ PV is equal to NKBT യും then മോൾസിന്റെ കേസ് ആണെങ്കിൽ PV equal to nRT. സ്മോൾ ലെറ്റർ n എന്താണ്? n represent number of moles. ഇവിടെ ക്യാപിറ്റൽ n ആണെങ്കിലോ ദിസ് ക്യാപിറ്റൽ n represent total number of molecules. രണ്ടും എന്ത് തന്നെയാണ്? ഐഡിയൽ കേസ് തന്നെയാണ്. ക്ലിയർ? PV equal to nRT അല്ലെങ്കിൽ PV equal to NKBT. What is n? N is called total number of molecules. KB is called Boltzmann's constant. The value of Boltzmann's constant is 1.38 into 10 power minus 23 joule per Kelvin. Clear? So next one is kinetic interpretations of temperature. നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഒരു 2 മാർക്കിന് ചോദിക്കാൻ എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷൻ ഇതാണ്. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. സോ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്ന ഡെറിവേഷനകത്തുണ്ട്. ഒരു ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. നമുക്കിവിടെ ആ ഡെറിവേഷൻ ആവശ്യമില്ല, കാരണം ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് 2 മാർക്കിന് വെയിറ്റേജ് ആണ്. ഈ ചാപ്റ്റർ 2 മാർക്കിന് വെയിറ്റേജ് ആണ്. ഒരിക്കലും എന്ത് ചെയ്യില്ല, അത്ര ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ അത് ചോദിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ ക്വസ്റ്റ്യൻ കാണാറില്ല. അപ്പോൾ അതിൽ കൊണ്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് പ്രഷർ ഓഫ് എ ഗ്യാസ്.
വി നോ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി നോ, നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. വി നോ പ്രഷർ ഓഫ് എ ഗ്യാസ്, പ്രഷർ ഓഫ് എ ഗ്യാസ് അതിന്റെ ഇക്വേഷൻ ആണ് pressure of a gas, that is P equal to 1/3 N, that is N M V bar square. Okay, pressure of a gas in equation ആണ് P. P means pressure ആണ്. P is equal to 1/3 N M V bar square. Here N represents small letter n. This n is called number density. എന്ത് വിളിക്കും? Number density, small n. ഇവിടുത്തെ n എന്താണ്? Number density. Number density. N is called number density, that is small letter n is equal to capital N divided by volume. Capital N by volume. Mass density ആണെങ്കിൽ mass by volume പറയും. Mass by volume. Number density ആണെങ്കിൽ number by volume. That is total number of molecules divided by volume ആണ്. N by L. Small letter n is equal to capital N divided by V. N by V. Number density. ഇവിടെ M. Then mass of these molecules. Then V bar. V bar നെ വിളിക്കുന്നതാണ് average velocity. V bar is average velocity. V bar is average velocity. അപ്പോൾ എന്താണ് ഇക്വേഷൻ? P is equal to 1/3 N M V bar square. ഇവിടെ ഈ സ്മോൾ ലെറ്റർ m എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ക്യാപിറ്റൽ N by V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് P is equal to 1/3. P is equal to 1/3. N is replaced by capital N divided by V into M V bar square. Okay, just use substitution എന്താണ്? n ഒരു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? n is replaced by n by v എന്നാണ്. So n by v m v bar square. ഇനി ഇവിടുത്തെ v means വോളിയം ആണ് അല്ലേ? ഈ വോളിയത്തെ ഞാൻ ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വലിന് അപ്പുറത്തോട്ട് ഡിവിഷൻ ടേം ഈക്വലിന് അപ്പുറത്തോടും പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് പി വി is equal to 1/3 n m v bar square. ക്ലിയർ ആണോ? ഈ താഴെ വി എന്ത് ചെയ്തു? ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ പ്രഷർ ഇരിപ്പുണ്ട്, പ്രഷറിനോട് മൾട്ടിപ്ലൈ ചെയ്തു. P into V, pressure into volume is equal to 1/3 N M V bar square. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ജസ്റ്റ് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വാല്യൂ വ്യത്യാസമൊന്നും ആകത്തില്ല. 2/2 ഇൻറ്റു 1/3 N M V bar square. നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് പി വി is equal to then ഈ 2 അങ്ങനെ എടുക്കാം 2/3 n എടുക്കുകയാണ് 2/3 ഇൻറ്റു n. ഈ താഴത്തെ 1/2 ഉണ്ടല്ലോ, അത് ചേർത്ത് എടുക്കുകയാണ് 1/2 ഇൻറ്റു എം വി ബാർ സ്ക്വയർ. ഇവിടുത്തെ ഈ 1/2ഉം എമ്മും വി ബാർ സ്ക്വയർ ഞാൻ ചേർത്തെടുത്തു ഒറ്റമായിട്ട്. ഇതെല്ലാം പ്രൊഡക്റ്റ് ആണ് കേട്ടോ, മാറ്റി തിരിച്ച് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. എല്ലാം പ്രൊഡക്റ്റ് ഫോം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. മുകളിലത്തെ ന്യൂമറേറ്ററിലെ 2ഉം ഡിനോമിനേറ്ററിലെ 3യും ചേർത്ത് 2/3 ഇൻറ്റു ഇവിടുത്തെ n. അപ്പോൾ 2/3 ഇൻറ്റു n ഇൻറ്റു ഇനി താഴത്ത് ഇവിടെ 2 ഇല്ലേ 1/2, ആ 1/2ഉം എന്നും വി ബാറും കൂടെ ചേർത്ത് കൊടുത്തു. ഹാഫ് എം വി ബാർ സ്ക്വയർ. എന്താണ് എനർജിയുടെ ഫോർമുല? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നല്ലേ? ആ ഫോർമുല കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങനെ ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്തത്. ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ നോക്കി, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ബാർ സ്ക്വയർ. ഈ വി ബാർ എന്ന് വെച്ചാൽ ആവറേജ് വെലോസിറ്റി ആണ്. അപ്പോൾ ഹാഫ് എം വി ബാർ സ്ക്വയർ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആവറേജ് കൈനറ്റിക് എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, PV is equal to 2/3 n into this term half m v bar square into substitute ചെയ്യാം. Average kinetic energy യുടെ bar അല്ലേ? Average kinetic energy. Then this is equation number 1. ഇനി equation 1 ആക്കി എടുക്കാം. Then this is the case of pressure of a gas in a molecule അല്ലേ? ഒരു സിസ്റ്റത്തിനകത്ത് ഒത്തിരി ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അതിന്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ 2 ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻആർടി എന്ന ഇക്വേഷൻ പഠിച്ചു അല്ലേ? നമ്പർ ഓഫ് മോൾസിന്റെ കേസിലാണ്. മോളിക്യൂൾസിന്റെ കേസിലാണ് എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ കേസാണെങ്കിൽ നമുക്ക് എൻആർടിക്ക് എന്ത് കൊടുക്കാം? പി വി ഈക്വൽ ടു എൻ കെ ബി ടി സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? പി വി ഈക്വൽ ടു എൻ കെ ബി ടി. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ പി വി ഈക്വൽ ടു ക്യാപിറ്റൽ എൻ കെ ബി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതനുസരിച്ച് ഇക്വേഷൻ നമ്പർ 1 പി വി, ഇവിടുത്തെ പി വിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എൻ കെ ബി ടി എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 പി വിക്ക് വരാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എൻ കെ ബി ടി. ദിസ് ഇസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ നമ്പർ ഓഫ് മോൾസ്. സോ ദിസ് ഇക്വേഷൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എൻ കെ ബി ടി. എൻ കെ ബി ടി ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താണ്? 2/3 n ഇൻറ്റു
ആവറേജ് കൈനറ്റിക് എനർജി. ഓക്കെ, 2/3 n ആവറേജ് കൈനറ്റിക് എനർജി. ഇവിടുത്തെ ഒരു n ക്യാപിറ്റൽ എന്നും ഇവിടുത്തെ എന്നും കട്ട് ചെയ്ത് പോയി. therefore ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഇട്ട് മാത്രം വെച്ചോ, ബാക്കിയുള്ള 2/3 ഈ 2/3 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകണം. ഇപ്പോൾ താഴത്തെ 3 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ന്യൂമറേറ്റർ ആയിട്ട് മാറും. ഇവിടെ ന്യൂമറേറ്ററിൽ 2 ഇപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ താഴെയായിട്ട് വരും. അപ്പോൾ 3/2 ആയി മാറും. 3/2 kBT. ഓക്കെ, വാട്ട് ഇസ് ആവറേജ് കൈനറ്റിക് എനർജി? ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ഗ്യാസ് സിസ്റ്റം എടുക്കുമ്പം അതിനകത്തുള്ള ടോട്ടൽ അല്ലെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി പ്രോബ്ലം എന്താണ്? ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT. What is KB? KB is called Boltzmann's constant and T is called temperature. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാം, ആവറേജ് കൈനറ്റിക് എനർജി ഇൻ സിസ്റ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഡാഷ് അല്ലെ, ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3/2 kBT അല്ലെ, ഇത് 3/2 kB എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ പ്രൊപ്പോർഷണൽ ടു വാട്ട്? ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ എനർജി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാലോ എനർജി കുറയും. വാട്ട്സ് ആവറേജ് എനർജി? ആവറേജ് എനർജി ഇൻ സിസ്റ്റം, ദാറ്റ് ഈസ് average kinetic energy is equal to 3/2 kBT. Clear ആണോ? Okay, next question ആണ്, the value of PV/T for 1 mole of an ideal gas is nearly equal to the value of P/T. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാലോ. ആ ഇക്വേഷൻ വെച്ചുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV ഈക്വൽ ടു nRT ആണ് അല്ലേ, nRT. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ വാല്യൂ ഓഫ് PV/T എന്നാണ്. PV/T, P ഇവിടെ ഇരിപ്പുണ്ട്, T ഇവിടെ ഉണ്ട് അല്ലേ. ഈ T ഈക്വൽ ടു ഇപ്പുറത്തോട് ചെല്ലുമ്പോൾ എന്നായിട്ട് ബൈ ആയിട്ട് മാറും അല്ലേ. PV/T is equal to nR എന്ന് കിട്ടും. അപ്പൊ കണ്ടുപിടിക്കാനുള്ളത് ദ വാല്യൂ ഓഫ് P/T എപ്പോൾ 1 മോൾ. അപ്പൊ ഇവിടുത്തെ n എന്ത് കൊടുക്കണം? n is equal to 1. n 1 കൊടുത്താൽ PV/T വാല്യൂ എന്തായിരിക്കും? PV/T is equal to 1 into R, that is R. ഓപ്ഷൻ നോക്കിയേ, 2 ജൂൾ, 8.3 ജൂൾ per mole per Kelvin, 4.2 calories. അപ്പൊ R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലേ. എന്താണ് ആറിന്റെ വാല്യൂ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 8.314 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ദിസ് PV/T ഈസ് ഈക്വൽ ടു R. ആറിന്റെ വാല്യൂ എന്താണ്? 8.3. സോ ഓപ്ഷൻ ബി, 8.3 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. ഓക്കെ, so next one is degrees of freedom. എന്താണ് degrees of freedom? The total number of coordinates to describe completely the position and configuration of the system. അപ്പോൾ ഒരു മോളിക്യൂൾസിന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് അനുസരിച്ചിട്ടാണ്. ദേ ആർ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് രൂപത്തിൽ നമ്മളൊരു മോളിക്യൂൾസിന്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് എന്ത് പറയാം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വൺ മോളിക്യൂൾസ് മൂവ്സ് ഇൻ 1 ഡയമെൻഷൻ. ഒരു ഡയമെൻഷൻ മൊത്തം മൂവ് ചെയ്യുന്നെങ്കിൽ അവിടെ എത്ര കോർഡിനേറ്റ്സ് വരും? ഒറ്റ കോർഡിനേറ്റ്സ് മാത്രമേ വരത്തുള്ളൂ. എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് എന്ന കോർഡിനേറ്റ്, വൈ ആക്സിസ് ആണെങ്കിലോ വൈ എന്ന കോർഡിനേറ്റ്, ഇസഡ് ആക്സിസ് ആണെങ്കിൽ ഇസഡ് എന്ന ഒറ്റ കോർഡിനേറ്റ്സ് വരത്തുള്ളൂ. സപ്പോസ് എ മോളിക്യൂൾസ് മൂവ്സ് ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിലാണെങ്കിൽ അവിടെ എത്ര കോർഡിനേറ്റ്സ് വരും? 2 കോർഡിനേറ്റ്സ് വരും അല്ലേ. സപ്പോസ് എ മോളിക്യൂൾസ് മൂവ്സ് ഇൻ സ്പേസിലാണെങ്കിലോ അവിടെ 3 കോർഡിനേറ്റ്സ് വരും, എക്സ് വരും, വൈ വരും, ഇസഡ് വരും അല്ലേ. അപ്പോൾ കറക്റ്റ് ആ പൊസിഷന്റെ ആ ഒരു മോളിക്യൂൾസിന്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിന് എന്ത് വിളിക്കാം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ മോഷൻ മെയിൻലി നമുക്കിവിടെ 3 ടൈപ്പ് ഓഫ് മോഷനാണ് പഠിക്കാനുള്ളത്. ട്രാൻസ്ലേറ്ററി മോഷൻ, റൊട്ടേറ്ററി മോഷൻ ആൻഡ് വൈബ്രേഷണൽ മോഷൻ. ഏതൊക്കെയാണ്? ട്രാൻസ്ലേറ്ററി മോഷൻ, റൊട്ടേഷണൽ മോഷൻ, വൈബ്രേഷണൽ മോഷൻ. മൂന്നിടത്തും മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ, കറക്റ്റ് അതിന്റെ പൊസിഷൻ എവിടെയാണ്, അതിന്റെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്യുറേറ്റ് ആയിട്ട് അതിന്റെ പൊസിഷൻ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരു മാർക്കിന് ചോദിക്കാം, എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ടു describe completely the position and the configurations of the system. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം?
the total number of coordinates to describe completely the position and the configuration of the system is called degrees of freedom. Clear? ഒരു മാർക്ക് ചോദിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Another one is എന്താണ് equipartitions of energy? Equipartitions of energy. ഇതും എന്ത് ചെയ്യാം, ഒരു മാർക്കിന് ചോദിക്കാം. Equipartition സ്റ്റേറ്റ് ബി equipartition energy ലോ എന്ന് ചോദിക്കാം. ആ വാക്കിൽ തന്നെയാണ് എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടിഷൻ. എനർജി എന്ത് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ദ എനർജി ഈസ് ഈക്വലി ഡിവൈഡ് ഇൻ ടു വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇപ്പൊ ടോട്ടൽ ഒരു സിസ്റ്റത്തിനകത്ത് ടോട്ടൽ എനർജി ഉണ്ട്. ആ ടോട്ടൽ എനർജി ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് ഇക്വിപാർട്ടിഷൻസ് ഓഫ് എനർജി എന്ന് പറയാം. സോ ഇവിടെ ഇക്വിപാർട്ടിഷൻസ് ഓഫ് എനർജിയുടെ വാല്യൂ ദാറ്റ് ഈസ് E is equal to half kBT. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ദ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത് ടോട്ടൽ എനർജി എത്രയാണ്, 3/2 kBT എന്നാണ്. 3/2 kBT. ഇനി സപ്പോസ് ഒരു പാർട്ടിക്കിൾ ഇൻ സ്പേസ് ആണെങ്കിൽ അതിന് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, Y കോർഡിനേറ്റ് ഉണ്ടാവും, അതുപോലെ Z കോർഡിനേറ്റ്സ് വരും. എക്സിലെ എനർജിയുടെ വാല്യൂ ഈ ടോട്ടൽ 3/2 kBT എന്ന ടോട്ടൽ എനർജി എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ഈക്വൽ ആയിട്ട് എനർജി ഡിവൈഡ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ എക്സിലെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് kBT ആയിരിക്കും. ദ എനർജി ഇൻ എക്സ് കോർഡിനേറ്റ് ഈസ് ഹാഫ് kBT. ദ എനർജി ഇൻ Y ഈസ് ഹാഫ് kBT. ദ എനർജി ഇൻ Z ആക്സിസ് ആൾസോ ഹാഫ് kBT. ടോട്ടലായിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ടോട്ടൽ എനർജി 3/2 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ടോട്ടൽ എനർജി എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് വേണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിളിക്കുന്ന ഈ ലോ എന്ന് വിളിക്കുന്ന പേരാണ് ഇക്വിപാർട്ടിഷൻസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. Clear? For a system in thermal equilibrium, the energy is equally distributed among its various degrees of freedom. അപ്പം എനർജി എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം 3 ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. എത്ര ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ട്, 3 ടൈപ്പ് ഓഫ് മോഷൻ. ട്രാൻസ്ലേറ്ററി മോഷൻ, ട്രാൻസ്ലേറ്ററി മോഷൻ, അതുപോലെ റൊട്ടേഷണൽ മോഷൻ ആൻഡ് വൈബ്രേഷണൽ മോഷൻ. ഈ ട്രാൻസ്ലേറ്റഡ് മോഷണത്തിൽ എനർജി എത്രയുണ്ട്, ഹാഫ് kBT ആണ്. ഇത് എനർജി ഇൻ ട്രാൻസ്ലേറ്റഡ് മോഷൻ. സപ്പോസ് എക്സിലാണെങ്കിൽ ഹാഫ് kBT, Y ആണെങ്കിൽ ഹാഫ് kBT ആൻഡ് Z ആണെങ്കിൽ എന്താണ്, ഹാഫ് kBT. ഇനി റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ പോലും വാട്ട്സ് എനർജി ഇൻ ദിസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു ഹാഫ് kBT ആണ്. എനർജി ഇൻ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ ഹാഫ് kBT. പക്ഷേ ഒരു വൈബ്രേഷൻ മോഷൻ ആണെങ്കിൽ അവിടെ 2 ടൈപ്പ് ഓഫ് എനർജി വരും. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. 2 ടൈപ്പ് ഓഫ് എനർജി വരും, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് ഹാഫ് kBT കൊടുക്കാം, അതുപോലെ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് കൊടുക്കാം, ഹാഫ് kBT കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വൈബ്രേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് kBT പ്ലസ് ഹാഫ് kBT ദാറ്റ്സ് ഈക്വൽ ടു kBT. ഇത് പരീക്ഷ ചോദിക്കും. ദ എനർജി ഇൻ വൈബ്രേഷൻ മോഷൻ, ഒരു വൈബ്രേഷൻ മോഷൻ ആണെങ്കിൽ അവർക്ക് എനർജി ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, kBT ആണ്. റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ എത്രയാണ്, ഹാഫ് kBT. ട്രാൻസ്ലേറ്ററി മോഷൻ ആണെങ്കിൽ എത്രയാണ്, ഹാഫ് kBT. ബട്ട് വൈബ്രേഷൻ ആണെങ്കിൽ വാട്ട്സ് ടോട്ടൽ എനർജി, ദ എനർജി ഇൻ വൈബ്രേഷൻ മോഷൻ kBT. ഹാഫ് വരത്തില്ല, എന്താണ് kBT. ദ എനർജി ഇൻ വൈബ്രേഷൻ മോഷൻ എത്രയാണ്, kBT. ക്ലിയർ? ദിസ് ഈസ് ലോ ഓഫ് ഇക്വിപാർട്ടിഷൻസ് ഓഫ് എനർജി. ക്ലിയർ? So next is in monoatomic gas. ഇപ്പോൾ monoatomic gas നമുക്ക് ഇനി 2-3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. For a monoatomic gas has 3 degrees of freedom. അപ്പോൾ പോയിന്റ് ഒക്കെ എഴുതി വെച്ചോ. ഒന്നാമത്തെ പോയിന്റ് monoatomic gas. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഒരു monoatomic gas മോളിക്യൂൾസിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഹൗ മെനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ monoatomic gas molecule? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, 3 ആണ്. എന്ന് വെച്ചാൽ ഇതിന് ഓൺലി ട്രാൻസ്ലേറ്ററി മോഷൻ മാത്രമേ ഉള്ളൂ. ഓൺലി ട്രാൻസ്ലേറ്ററി മോഷൻ. ഒരു മോണോഅറ്റോമിക് മോളിക്യൂൾസിന് ട്രാൻസ്ലേറ്ററി മോഷൻ മാത്രമേ ഉള്ളൂ. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എത്രയാണ് എനർജി ഇൻ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എനർജി ഇൻ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഹാഫ് kBT ആണ്. നമ്മളിപ്പോൾ പഠിച്ചു എനർജി ഇൻ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഹാഫ് kBT ആണ്. ഇവിടെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ എനർജി ഓഫ് എ സിംഗിൾ മോണോഅറ്റോമിക് ഗ്യാസ്, ടോട്ടൽ എനർജി കാണിക്കണം. ഒന്നിന് ഹാഫ് kBT ആണെങ്കിൽ ഇവിടെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പൊ 3 into half kBT. That's equal to 3/2 kBT. Okay, next one എഴുതി വെച്ചു. ടോട്ടൽ എനർജി എത്രയാണ്, ടോട്ടൽ എനർജി ഈസ്
3/2 kBt. 3/2 kBt. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് പറയുകയാണെങ്കിൽ അതിനകത്ത് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഈ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏത് കാരണം ഉണ്ടാകുന്നതാണ്? ഓൺലി ട്രാൻസ്ലേറ്റർ മോഷൻ. ട്രാൻസ്ലേറ്റർ മോഷൻ കാരണം ഉണ്ടാകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ദാറ്റ് ഈസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓൾസോ ടോട്ടൽ എനർജി ഒന്നിന്റെ വാല്യൂ ഹാഫ് kBt ആണ്. അങ്ങനെയാണെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളത് കൊണ്ട് 3 into half kBt. ദാറ്റ്സ് ഈക്വൽ ടു 3/2 kBt. ക്ലിയർ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനകത്ത് എനർജി അറിയാം. എനർജി U is equal to 3/2. U എനർജി ആണ്. ഈ യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ന് കൊടുക്കുക, രണ്ടും സെയിം ആണ്. 3/2 kBt ആണ്. എനർജി അറിയാമെങ്കിൽ CV കണ്ടുപിടിക്കണം, CP കണ്ടുപിടിക്കണം, ഗാമ കണ്ടുപിടിക്കണം. ഈ 3 ടേം കണ്ടുപിടിക്കാനുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചിലപ്പോൾ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഗാമ ഇൻ മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് ചോദിക്കാം. ഓക്കെ, വാട്ട്സ് എനർജി ഇൻ വാല്യൂ? പെട്ടെന്ന് കണ്ടുപിടിക്കാം. Okay, what's energy in monoatomic gas molecules? Energy in gas atomic monoatomic molecule is U is equal to 3/2 kBt അല്ലേ? 3/2 kBt. ഇനി എന്താ കണ്ടുപിടിക്കണം? CV കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് ഇസ് CV? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇതിനുള്ള ഫോർമുലയാണ് CV is equal to du/dt എന്നാണ്. എന്താണ് ഫോർമുല? du/dt. അപ്പോൾ U എന്താണ്? U is equal to 3/2 kBt ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? ദാറ്റ് ഈസ് d/dt ഓഫ് യുവിന് ഒരു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3/2 kBt. 3/2 kBt. ഇവിടെ 3/2 kB കോൺസ്റ്റന്റ് പുറത്തുനിന്ന് എടുത്താൽ ദാറ്റ്സ് ഈക്വൽ ടു 3/2 kB ഇൻറ്റു d/dt ഓഫ് d/dt ഇൻറ്റു t. വാട്ട് ഇസ് ദി ഡിഫറൻഷ്യൽ ഓഫ് t? ദാറ്റ്സ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് CV ഈക്വൽ ടു 3/2 kB. ഇതിന്റെ വാല്യൂ എന്താണ്? dt/dt. അതെന്തായിട്ട് മാറും? ഒന്നായിട്ട് മാറും. ബാക്കിയുള്ളത് എന്താണ്? 3/2 kB. വാട്ട് ഈസ് CV? CV ഈക്വൽ ടു 3/2 kB. ഇനി CV അറിയെങ്കിൽ CP കണ്ടുപിടിക്കാൻ പറ്റും. CP കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് മേയേഴ്സ് റിലേഷൻ. ഇതാണ് മേയേഴ്സ് റിലേഷൻ. എന്താ മേയേഴ്സ് റിലേഷൻ? CP മൈനസ് CV ഈക്വൽ ടു R. ഇതാണ് ഫോർമുല. മേയേഴ്സ് റിലേഷൻ ഫോർമുല ഇതാണ്. CP മൈനസ് CV ഈക്വൽ ടു R. നമുക്ക് CV അറിയാം അല്ലേ? CV എത്രയാണ്? 3/2 kB ആണെന്ന് അറിയാം. സോ that's equal to CP is equal to CV plus R. So ഇവിടെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ CV is equal to 3/2 kB എന്നാണ്. n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ n kB ആയിട്ട് മാറും. n kB. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതിയപ്പോൾ n kBക്ക് എന്ത് കൊടുത്തു? R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നേരത്തെ എഴുതിയപ്പോൾ 3/2 R എന്ന് കൊടുക്കാം. 3/2 R. CV is equal to 3/2 R. n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, n kB കിട്ടും. n kB is equal to എന്താണ്? R എന്നാണ്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? CV is replaced by 3/2 R plus R. 3/2 R plus R. LCM എടുത്തേ. LC എടുക്കുമ്പോൾ 2 കൊണ്ട് LC എടുക്കുമ്പോൾ 3R plus 2R. that is 5R/2. നിങ്ങൾ LC എടുത്ത് നോക്കിയാൽ മതി. CP is equal എന്ത് കിട്ടും? CP is equal to 5R/2. this is CP. അപ്പോൾ എന്താ കണ്ടുപിടിച്ചു? എനർജി എന്താണ്? എനർജി is equal to 3/2 kBt ആണ്. 3/2 kBt. CV is equal to 3/2 R ആണ്. CP is equal to 5/2 R ആണ്. ഇനി ഗാമ സ്പെസിഫിക് റേഷ്യോ ഗാമ ഈക്വൽ ടു ഫോർമുല എന്താണ്? CP/CV. എഴുതി വെച്ചോ. ഇതാണ് ഫോർമുല. ഗാമ കണ്ടുപിടിക്കുന്ന ഫോർമുല CP/CV. CP എത്ര? 5/2 R. വാട്ട് ഈസ് CV? 3/2 R. ഈ CP CV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിട്ടുന്ന വാല്യൂ ആണ് ഗാമ ഈക്വൽ ടു 5/3 എന്ന് കിട്ടും. ഗാമ ഈക്വൽ ടു 5/3. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഈ മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് നോക്കി വെച്ചേക്കണം. അപ്പോൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? അതിനകത്ത് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. ട്രാൻസ്ലേറ്റർ മോഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിലെ എനർജിയുടെ വാല്യൂ എന്താണ്? എനർജി ഈക്വൽ ടു 3/2 kBt എന്നാണ്. CV ഈക്വൽ ടു 3/2 R ആണ്. ദെൻ CP 5/2 R. ഗാമ ഈക്വൽ ടു 5/3. ഇത്രയും ക്ലിയർ ആണോ? ഗാമ ഈക്വൽ ടു 5/3. Okay, next. Diatomic molecules. In diatomic molecules രണ്ട് തരത്തിലുണ്ട് diatomic molecules. ഒന്നാമത്തത് റിജിഡ് മോളിക്യൂൾസ് എന്ന് പറയും, വേറൊന്ന് നോൺ റിജിഡ് മോളിക്യൂൾസ്. ഏതൊക്കെയാണ്? 2 മോളിക്യൂൾസ് ഉണ്ട് ഡയറ്റോമിക്കിൽ. ഫസ്റ്റ് വൺ ഈസ് റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ, റിജിഡ്. അനദർ വൺ ഈസ് നോൺ റിജിഡ്.
ഒരു റിജിഡിന്റെ കേസ് ആണെങ്കിൽ, റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അതുപോലെ തന്നെ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ഇതാണ് റിജിഡ്. ഒരു റിജിഡ് മോളിക്യൂൾസ് ആണെങ്കിൽ, റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3 ട്രാൻസ്ലേറ്ററി മോഷനും പ്ലസ് 2 റൊട്ടേഷണൽ മോഷൻ ഉണ്ടായിരിക്കും. 2 റൊട്ടേഷണൽ മോഷൻ ദാറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഓക്കെ, നേരത്തെ പഠിച്ചത് എന്താണ്? 3 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്രയുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഒരു മോളിക്യൂളിന്റെ എനർജി അല്ലെങ്കിൽ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ എനർജി ഹാഫ് kBt ആണെങ്കിൽ ഇവിടെ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. 5 into half kBt. 5 into half kBt. That's equal to 5/2 kBt. 5/2 kBt. Clear? ഇത് ഏതിന്റെ കേസാണ്? റിജിഡിന്റെ കേസ്. റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ വാട്ട്സ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു 5. വാട്ട്സ് ദ ടോട്ടൽ എനർജി? 5/2 kBt. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തത്, ഒരു നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ അതിനകത്ത് നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3 ട്രാൻസ്ലേഷൻ പ്ലസ് 2 റൊട്ടേഷൻ പ്ലസ് 1 വൈബ്രേഷൻ. അപ്പോൾ എന്തൊക്കെ വരും? 3 ട്രാൻസ്ലേഷൻ, 2 റൊട്ടേഷൻ, 1 വൈബ്രേഷൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 7 ആണ്. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 7. എങ്ങനെ 7 വന്നേ? ഇവിടെ 3 എണ്ണം ഉണ്ട്. 3 അല്ലേ? 3 ട്രാൻസ്ലേഷൻ, 2 റൊട്ടേഷൻ, 3 2 5 ആയിട്ട് മാറി, 1 വൈബ്രേഷൻ. ഈ വൈബ്രേഷനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് കൈനറ്റിക് എനർജി വരുന്നുണ്ട്, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട് അല്ലേ? സോ ഇവിടെ 5 പറഞ്ഞു, 5 6 7. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഇവിടെ എത്രയാണ്? 7 ആണ്. ഏത് കേസിലാണ്? നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ. ഒരു നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ടോട്ടൽ എനർജി ഇൻ നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ്? ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഹാഫ് kBt ആണെങ്കിൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 7 into half kBt. That's equal to 7/2 kBt. 7/2 kBt. ക്ലിയർ ആണോ? രണ്ടും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. റിജിഡ് ആൻഡ് നോൺ റിജിഡ്. റിജിഡ് ആണെങ്കിൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, നോൺ റിജിഡ് ആണെങ്കിൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ടോട്ടൽ എനർജി ഇൻ റിജിഡ് ആണെങ്കിൽ 5/2 kBtയും ടോട്ടൽ എനർജി ഇൻ നോൺ റിജിഡ് ആണെങ്കിൽ 7/2 kBtയും ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ നേരത്തെ മോണോ ആറ്റോമിക് ഗ്യാസിൽ ചെയ്തതുപോലെ ഇവിടെയും CVയും CP എല്ലാം കണ്ടുപിടിക്കണം. സോ ഒരു റിജിഡ് ഡയറ്റോമിക് ആണെങ്കിൽ വാട്ട്സ് എനർജി ഇൻ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ എനർജി U is equal to half kBt അല്ലേ? റിജിഡ് ആണെങ്കിൽ 5/2 kBt. ഇനി n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 n kBt. n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 5/2 n kBt. nkb അല്ലേ? nkbക്ക് എന്ത് കൊടുക്കാം? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് U is equal to 5/2 RT. സോ ദിസ് ഇസ് എനർജി ഇൻ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് എത്രയാണ്? 5/2 RT ആണ്. Then CV is equal to du/dt ആണ്. U സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 5/2 R. സിയുടെ എത്രയാണ്? 5/2 R. ഇനി CP minus CV equal to R. അതിൽ നിന്ന് CP is equal to CV plus R. That's equal to 5/2 R plus R equal to 7/2 R. ഇതാണ് CPയുടെ വാല്യൂ. What is CP? CP equal to 7/2 R. Therefore gamma equal to CP/CV. എന്താണ് CP? CP is 7/2 R. എന്താണ് CV? CV is 5/2 R. രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് 7/5. മറന്നു പോകല്. 7/5 ഏതാണ്? റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ 7/5. മോണോ ആറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ എത്രയാണ്? 5/3. ഇനി ഇതുപോലെ
നോൺ റിജിഡിന്റെ കേസ്, നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ്, നോൺ റിജിഡ് ആണെങ്കിൽ, നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ, നോൺ റിജിഡ് ആണെങ്കിൽ വാട്ട്സ് എനർജി? എനർജി U is equal to 7/2 അല്ലേ? 7/2 നേരത്തെ നോക്കിയായിരുന്നു. 7 degrees of freedom ഉണ്ട്. U is equal to 7/2 kBT. നമുക്ക് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ U is equal to 7/2 NkB into T. What is NkB? NkB means R, universal gas constant, that is U is equal to 7/2 RT. This is energy. അപ്പോൾ എനർജി അറിയാമെങ്കിൽ CP CV ഗാമ കണ്ടുപിടിക്കണം. ഫസ്റ്റ് CV ഈക്വൽ ടു du/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. du/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ദാറ്റ് ഈസ് 7/2 R. മേയേഴ്സ് റിലേഷൻ അനുസരിച്ച് CP - CV ഈക്വൽ ടു R. CV സബ്സ്റ്റിറ്റ്യൂട്ട് CP കണ്ടുപിടിക്കുമ്പോൾ CP is equal to 9/2 R കിട്ടും. 9/2 R കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചാൽ മതി. CP ഈക്വൽ ടു 9/2 R. ഗാമ ഈക്വൽ ടു CP/CV ചെയ്താൽ മതി. റേഷ്യോ എടുത്തോ. CP/CV ചെയ്യുമ്പോൾ 9/, ഗാമ ഈക്വൽ ടു 9/7 കിട്ടും. ദിസ് ഈസ് സ്പെസിഫിക് റേഷ്യോ ഇൻ നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾസ്. ക്ലിയർ ആണോ? റിജിഡ് ആൻഡ് നോൺ റിജിഡ്. അപ്പോൾ ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ഈ ചാപ്റ്റർ നമ്മളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞു. 2 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. സോ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ്ലേറ്റ്സ് നോക്കുക. പിന്നെയുള്ളത് കൈനറ്റിക് ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ടെമ്പറേച്ചർ, ഒരു ഡെറിവേഷൻ ഉണ്ട്. ഇതാണ് ഡെറിവേഷൻ. E ഈക്വൽ ടു 3/2 kBT. ദെൻ പിന്നെയുള്ളത് ഏതാ? ഇക്വിപാർട്ടീഷൻസ് ഓഫ് എനർജി, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മോണോ ആറ്റോമിക് മോളിക്യൂൾസ്, ഡയറ്റോമിക് മോളിക്യൂൾസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും എന്ത് ചെയ്യണം? പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 2 മാർക്ക് ചോദിക്കാം. അതുകൊണ്ട് എല്ലാ പോർഷൻസും എല്ലാ പോർഷനും എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കണം. മനത്തോടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗുഡ് ലക്ക് ടു ഓൾ. ഗുഡ് നൈറ്റ്.